ദൈവത്തിന് മാത്രം മഹത്വം. ആമേൻ, ഹല്ലേലൂയ. വെളിപ്പാടിന്റെ പുസ്തകം 4:10-11 നമുക്ക് ഇങ്ങനെ വായിക്കാം. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇട്ടു. കർത്താദികർത്തനും രാജാതിരാജനുമായ യേശുക്രിസ്തുവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ സകല കിരീടങ്ങളും ഒന്ന് ഇറക്കി വെക്കാം. ആ പാദത്തിലേക്ക് നമ്മുടെ സകല ഭാരങ്ങളും ഭയങ്ങളും ദുഃഖങ്ങളും ചിന്തകളും എല്ലാം ഒന്ന് ഏൽപ്പിച്ച് ആമേൻ, ഹല്ലേലൂയ, ആ മൂപ്പന്മാർ ചെയ്തതുപോലെ സകല മാനവും ബഹുമാനവും ശക്തിയും ജീവിക്കുന്ന ദൈവത്തിന് അർപ്പിച്ച് ആമേൻ, ഹല്ലേലൂയ, നമുക്ക് കർത്താവിനെ ഉച്ചസ്വരത്തോടെ ആമേൻ, ഹല്ലേലൂയ, കൈത്താളത്തോടെ ആമേൻ, ഹല്ലേലൂയ, ബഹുമാനത്തോടെ ഭയത്തോടെ ആ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടെ സ്തുതികൾ വസിക്കുന്ന ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ ഹൃദയം തുറന്നൊന്ന് സ്തുതിക്കുമ്പോൾ ഇതെല്ലാം മാറ്റുവാൻ ആമേൻ, നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം കൊണ്ടുവരുവാൻ, നമ്മുടെ ദുഃഖത്തിന് പകരം ആനന്ദ തൈലത്താൽ നമ്മളെ അഭിഷേകം ചെയ്യുവാൻ ദൈവം മതിയായവൻ. അതുകൊണ്ട് ദേവദാസി പാടുമ്പോൾ നമ്മളും ആമേൻ, ഹല്ലേലൂയ, ഒന്നിച്ച് ആമേൻ, ഹല്ലേലൂയ, കർത്താവിനെ ആർപ്പിട്ട് സ്തുതിച്ച് ആരാധിക്കാം. ആമേൻ. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് നോക്കാം. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 7 നമ്മളിങ്ങനെ വായിക്കുന്നു. ദാനിയേൽ ഒരു ദർശനം കാണുകയുണ്ടായി. അവിടെ പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലകളെ അവൻ്റെ രഥഛത്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി 1000 പേര് അവന് ശുശ്രൂഷ ചെയ്ത് 10,000 പേര് അവൻ്റെ മുൻപാകെ നിന്ന് ന്യായവിസ്താര സഭ ഇരുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ, അവിടെ ഒരുവൻ ഇരുന്നു, വയോധികനായ ഒരുത്തൻ. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്ന ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ സിംഹാസനത്തിലിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ ചുറ്റും, ആ ദൈവത്തിൻ്റെ ചുറ്റും ഹല്ലേലൂയ 10,000 പേര് അവൻ്റെ മുൻപാകെ, 1000 പേര് അവനെ ശുശ്രൂഷ ചെയ്യുകയും 10,000 പേര് അവൻ്റെ മുൻപാകെ നിന്ന് ഹല്ലേലൂയ ന്യായവിസ്താര സഭ ഇരുന്നു. മറ്റൊരു വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനും ഒരു ദർശനം കാണുന്നുണ്ട്. യോഹന്നാൻ ദർശനത്തിൽ കാണുന്നത് സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 1000 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നതും ഞാൻ കേട്ടു. ഹല്ലേലൂയ. അവിടെ ഉള്ളവർ മാത്രമല്ല, ഹല്ലേലൂയ, സ്വർഗത്തിന് ഹല്ലേലൂയ, ഭൂമിയിലുള്ളവരും ഭൂമിയുടെ കീഴിലുള്ളവരും സമുദ്രത്തിലുള്ള എല്ലാ സൃഷ്ടികളെ പോലും ഹല്ലേലൂയ അവർ പറയുകയാണ് ഹല്ലേലൂയ, സ്തോത്രം, സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ഹല്ലേലൂയ ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. നമുക്കും ചേർന്ന് ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ സൃഷ്ടികളും ഹല്ലേലൂയ ആരാധിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവ് മാത്രമാണ്, കുഞ്ഞാട് മാത്രമാണ് യോഗ്യൻ. ഹല്ലേലൂയ. സകല മഹത്വത്തിനും യോഗ്യൻ, സകല ബഹുമാനത്തിനും യോഗ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. ആ നല്ല ദൈവത്തെ ബഹുമാനത്തോടെ നമുക്ക് ഹല്ലേലൂയ ഭയഭക്തിയോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. Blessing and honor, glory and power be unto the Ancient of Days. From every nation, all of creation, bow before the Ancient of Days. Blessing and honor, glory and power be unto the Ancient of Days. From every nation and all of creation, bow before the Ancient of Days. Every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you be exalted, O God, and your kingdom shall not pass away, O Ancient of Days.
Your kingdom shall reign over all the earth, all the earth. Sing unto the Ancient of Days. None can compare to your matchless worth, matchless worth. Sing unto the Ancient of Days. Your kingdom shall reign over all the earth, all the earth. Sing unto the Ancient of Days. From every nation and all of creation, bow before the Ancient of Days. Oh, blessing and honor, glory and power. പാടിക്കൊണ്ടിരുന്നു. From every nation and all of creation, bow before the Ancient of Days. Every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you be exalted, O God, and your kingdom shall not pass away, O Ancient of Days. സിംഹാസനവാസികളും സിംഹാസനവാസികളും ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ട്. ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ട്. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുவோம். അതിരുയോഗ്യൻ ക്രിസ്തുവത്രേ. ദയലഭിച്ചോർ നാം യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. കുഞ്ഞാടവൻ യോഗ്യനെന്ന മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമാണ്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമാണ്. സ്തുതിച്ചിടം വെള്ളത്തിനിരച്ചിൽ ശബ്ദം പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടം വെള്ളത്തിൻ തിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ഓ രാജാ സ്തുതിച്ചിടം വെള്ളത്തിൻ തിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമാണ്. ഓ ദൈവ കുഞ്ഞാടിശു യോഗ്യനെന്ന മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമാണ്. ഓ സ്തുതിച്ചിടം വെള്ളത്തിനിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടം വെള്ളത്തിനിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടം വെള്ളത്തിനിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. വേഗം വരുന്നതിനാൽ മുഴങ്ങാൽ മടക്കി നമസ്കരിക്കാം. യേശുവൻ വേഗം വരുന്നതിനാൽ മുഴങ്ങാൽ മടക്കി നമസ്കരിക്കാം. സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദനാളതിരേ. സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദനാളതിരേ.
വേഗം വരുന്നതിനാൽ മുഴങ്ങാൽ മടങ്ങി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോം നാം ആനന്ദനാളതിലെ. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോം നാം ആനന്ദനാളതിലെ. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോം നാം ആനന്ദനാളതിലെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. കർത്താവേ, ഉയർന്ന യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവേ, ഉയർന്ന യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ചേർന്ന തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യനിവൻ മാത്രം. ബലവും മഹത്വവും ജ്ഞാനവും സ്തോത്രവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ആ ജീവനദി കടന്ന് ചെല്ലുന്നവരെയും അവിടെ ജീവനുണ്ട്. കാരണം അത് ജീവനദി ആയതുകൊണ്ട് അതിനകത്ത് ജീവനുണ്ട്, അതിനകത്ത് രോഗസൗഖ്യമുണ്ട്, അതിനകത്ത് മനസ്സമാധാനമുണ്ട്, അതിനകത്തൊരു പ്രത്യാശയുണ്ട്, അതിനകത്ത് ശക്തിയുണ്ട്, അതിനകത്ത് കൃപ വ്യാപരിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ, 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 സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഭാരത്തോടെയോ ഹല്ലേലൂയ വേദനയോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാതെ എനിക്കൊരു കൃപ ആവശ്യമുണ്ട്, എനിക്കൊരു ബലം ആവശ്യമുണ്ട്. ഓ ഞാൻ വെറുതെ വന്നിട്ട് പോകുവാൻ ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഓ കൃപാ കടലേ, ഹല്ലേലൂയ, തീരത്ത് നിൽക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ കൃപ ഒരു മഹാസാഗരം പോലെയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം. ആ കൃപ മഹാകൃപയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഓ ഹല്ലേലൂയ. അതിനകത്തേക്ക് ഇറങ്ങുന്നവർ ആരും തകർന്നു പോകത്തില്ല. അതിനകത്തേക്ക് കടന്നു വരുന്നവരെ ദൈവ കരങ്ങൾ പിടിക്കും കേട്ടോ. സ്തോത്രം. കുഴഞ്ഞ ശേഷമോ എന്റെ കാലുകളെ വലിച്ചൂരി ഉയർന്ന ഭാരമേൽ നിർത്താൻ കഴിയുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. എത്ര വലിയ ശക്തി എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും ആ ശക്തിയെ തകർക്കാൻ കഴിയുന്ന ഒരു കൃപയുണ്ട്. സുറുബാബിലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമാ, നിനക്ക് കീഴടക്കാൻ കഴിയാത്ത മഹാപർവ്വതമാ. ഓ നിന്റെ തലമുറയായി നിൽക്കുന്ന ചില പർവ്വതങ്ങളെ, നിന്നെ കീഴടക്കാൻ കഴിയാതിരിക്കുന്ന ചില മണ്ഡലങ്ങളെ കീഴടക്കുവാതെ ദൈവശക്തിയായി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഓ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കർത്താവേ, ആ കൃപ എൻ്റെ മേൽ ഒഴുകണമേ, ആ കൃപ എൻ്റെ മേൽ പകരണമേ, ആ ജീവജല നദിയിലേക്ക് ഈ ദിവസം എന്നെ നിറക്കണമേ. നമുക്കറിയാം വില്യം ബൂത്ത് എന്ന് പറയുന്ന സാൽവേഷൻ ആർമിയുടെ ഫൗണ്ടറായിരുന്നു. പാട്ടാണ് കൃപാക്കടലെ. അതിൻ്റെ ഇംഗ്ലീഷ് ബൗണ്ട്ലെസ് സാൽവേഷൻ അതിൻ്റെ തുടക്കം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, കൃപാക്കടലെ നിൻ്റെ തീരത്ത് ഞാൻ അനേക നാൾ ആകാംക്ഷയോടെ നിന്നേ, മടങ്ങുകയില്ലെന്നിവിടുന്ന് ഞാൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്നാൽ. ഹല്ലേലൂയ. അവിടെ
പാട്ടുകാരൻ പറയുകയാണ്, കൃപാക്കടലിൻ്റെ തീരത്ത് ഞാൻ നാളുകളായി കാത്തിരിക്കുകയാണ്. ആ പ്രവാഹം എൻ്റെ മേൽ ഹല്ലേലൂയ പകരുന്നത് വരെ ഞാൻ മടങ്ങിപ്പോകത്തില്ല. അങ്ങനെ തീവ്രമായി ആകാംക്ഷയോടെ അവിടെ കാത്തിരിക്കുകയാണ്. എത്ര പേരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവെ ഞാനും നാളുകളായി ഹല്ലേലൂയ സ്തോത്രം ആ തീരത്ത് ഞാൻ നിൽക്കുകയാണ്. ആ കൃപാ കടലാണ് ഹല്ലേലൂയ. കൃപ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബൗണ്ട്ലെസ് ഓഷന് ഹല്ലേലൂയ സ്തോത്രം. ആ കടലിൻ്റെ തീരത്ത് നാമും നിൽക്കുമ്പോഴും നമുക്കും പാട്ടുകാരൻ്റെ കൂടെ ഹല്ലേലൂയ സ്തോത്രം വളരെ ഹല്ലേലൂയ സ്തോത്രം ആകാംക്ഷയോടെ നമ്മൾ നിൽക്കുകയാണ്. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവെ അങ്ങ് എന്നെ നിറച്ചിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ ആ പ്രവാഹം എൻ്റെ മേൽ ഒഴുകാതിരുന്നാൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. മോശ പറയുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം, നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാതിരിക്കട്ടെ. ഹല്ലേലൂയ നമ്മൾ തീവ്രമായി ഹല്ലേലൂയ കർത്താവിനെ മുറുകെ പിടിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ നിറയ്ക്കുന്നത്. യാക്കോബ് ഹല്ലേലൂയ ആ ദൂതനുമായി മല്ല് പിടിച്ചപ്പോൾ പറയുന്നുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. അത്ര പേര് തീവ്രമായ ഹല്ലേലൂയ കർത്താവിനെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ആ കൃപാ കടൽ ഹല്ലേലൂയ സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങളുടെ മേലും അങ്ങ് ഒഴുക്കണമേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കൃപയുടെ ഉറവിടമാണ് നമ്മുടെ കർത്താവ്. ഏത് സമയം ധൈര്യത്തോടെ ആ കൃപാസനത്തിൻ്റെ അടുക്കൽ കടന്നു വന്നാൽ ഹല്ലേലൂയ നമുക്ക് സമൃദ്ധമായ ഹല്ലേലൂയ ദൈവം കൃപ നൽകും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ അതിനൊരു കുറവില്ല. നമ്മുടെ ദാഹത്തിനൊത്തവണ്ണമാണ് കർത്താവ് നമ്മുടെ മേൽ കൃപ പകരുന്നത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ്. അത് ഇംഗ്ലീഷിലും മലയാളം ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ വരികളോട് ചേർന്ന് നമുക്കും ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ ആ കൃപ എൻ്റെ മേലൊന്ന് ഒഴുക്കണമേ. നമുക്ക് ആവശ്യമായിരിക്കുന്ന കൃപ അത് പാപത്തെ ജയിക്കാതിരിക്കാൻ കഴിയുമ്പോൾ നമുക്ക് ആ ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകരും. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വാസത്തെ ദൈവം പകരും. നമ്മളെ വിശുദ്ധീകരിക്കാൻ കഴിയുന്നത് ആ കൃപയൊന്ന് മാത്രമാണ്. ഒരു വലിയ സമുദ്രം കാണുമ്പോൾ ആ സമുദ്രത്തിൻ്റെ തീരത്ത് നിൽക്കുമ്പോഴും അവിടെ ആ നിൽക്കുന്ന പോലെയാണ് വില്യം ബൂത്ത് ആ പാട്ട് പാടുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുമ്പോൾ കർത്താവേ എത്രയോ വലിയ കൃപയാണ് ദൈവം ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. അത് ഇന്ന് ഒന്ന് അനുഭവിക്കുവാൻ കർത്താവിനെ സഹായിക്കണമേ. ആ രക്ഷയുടെ കൃപ ദൈവം എൻ്റെ മുന്നിലേക്ക് തന്നു. തുടർന്ന് കർത്താവേ ഓരോ ദിവസവും പരീക്ഷകൾ നേരിടുമ്പോൾ, ജീവിതത്തിൽ ശൂന്യതകൾ വരുമ്പോൾ, പലപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ പ്രവാഹം എൻ്റെ മേലൊന്ന് ഒഴുക്കണമേ. ഇന്ന് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ നമ്മൾ പലപ്പോഴും തളർന്നു പോകുമ്പോൾ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഇന്ന് ഈ ദൈവ സാന്നിധ്യത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, സ്തോത്ര കൃപയൊന്ന് പകർന്നാൽ മതി. എത്ര വലിയ ശക്തിയാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പ്രതികൂലമാണെന്ന് പറഞ്ഞാലും അതിന് മേൽ ജയമെടുക്കുവാൻ ഇന്ന് നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. തീരത്ത് നിൽക്കുമ്പോൾ എത്ര ദാഹിക്കുന്ന കൃപയുടെ അല്പം വെള്ളം കുടിച്ചാൽ മതി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ സകല വിഷയത്തിന് മേലും ഇന്ന് മറുപടിയുണ്ട്. ഇന്ന് രോഗത്തിൻ്റെ മേൽ സൗഖ്യമുണ്ടെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്. ആ കൃപ അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ മേൽ മാനസിക നിലവാരങ്ങൾക്ക് മാറ്റം വരും, ആത്മീയ ശക്തിക്ക് മാറ്റം വരും. ജീവിതത്തിന് മുന്നോട്ടുള്ള വഴികൾ ദൈവം തുറക്കുവാനിടയാകും. ദൈവത്തിൻ്റെ മധ്യേ ഈ ദിവസം എൻ്റെ ശത്രുക്കളുടെ മധ്യയും എൻ്റെ ശിരസ് ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവമുള്ളതിനായി എൻ്റെ സ്വന്തം ചങ്കിനെ ആമേൻ കർത്താവ് ഒഴുക്കിയത്, സ്വന്തം രക്തം ചൊരിഞ്ഞത്, മറ്റൊന്ന് നമുക്ക് നൽകിയത് മറ്റൊന്നുമല്ല. ആ കൃപ നമ്മൾ അനുഭവിക്കുക. ഇന്ന് സ്തോത്രം ഈ കൃപ ആമേൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന് പറയാൻ കർത്താവേ ആ കൃപ എൻ്റെ മേലെ നിൽക്കുന്നത് ദാഹത്തോടെ എന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ നിറച്ച് മാത്രമേ മടക്കി അയക്കത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ പാട്ട് പാടുമ്പോൾ അതിന് മധ്യയ്ക്ക് നോക്കാം. കൃപാകടലേ സ്തോത്ര തീരത്ത് നിൽക്കുമ്പോൾ, ആ തീരത്ത് നിൽക്കുമ്പോൾ എത്രയോ വലിയ കൃപയാണ് ദൈവം പകർന്നത്. ഇപ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷെ ഒരിക്കൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന ദിവസമുണ്ട്. എന്നാൽ അല്പമെങ്കിലും കർത്താവേ ആ കൃപയെ എൻ്റെ മേലൊന്ന് പകർന്നാൽ ഹല്ലേലൂയ സ്തോത്രം. ചില ചോദ്യങ്ങൾക്ക് ഈ ദിവസങ്ങൾ ഉത്തരം കേട്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ദാഹത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചാട്ടെ. യേശുവിനെ ദാഹിക്കുന്നതിൻ്റെ അടുക്കൽ വരട്ടെ. ദാഹത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഞരങ്ങുന്നുണ്ടെങ്കിൽ, ഇന്ന് ശാരീരികമായ ഏതെങ്കിലും ക്ലേശം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കൃപാകടല് സ്തോത്രം അതിനെ മാറ്റുവാൻ, ആ അവസ്ഥയെ മാറ്റാൻ
ദൈവത്തിന് കഴിയും. ഒന്ന് മുങ്ങാൻ തയ്യാറായ വെള്ളത്തിൽ ഒന്ന് മുങ്ങാൻ, ആ ജീവജലം ഒന്ന് കുടിക്കാൻ തയ്യാറായാൽ മതി. സ്തോത്രം. ഇന്ന് ഏത് മണ്ഡലമാണെങ്കിലും ഇന്ന് ഹാലൊരു ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കടയാകും. അതേ പകരങ്ങളിലേക്ക് നേൽപ്പിച്ചാട്ടെ. എത്ര ദാഹത്തോന്ന് കഥാവേ, ഞാൻ വന്നതുപോലെ എനിക്ക് പോയാൻ പോകേണ്ട കഥാവേ, എനിക്കൊരു നിറവ് വേണം കഥാവേ, എനിക്കൊരു നിറവ് ആഗ്രഹിക്കുന്നവർ മാത്രം പറഞ്ഞാട്ടെ. കഥാവേ, എനിക്കൊരു നിറവ് വേണം. ചില ശൂന്യമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ കഥാവേ, അത് ശൂന്യതയൊന്ന് മാറ്റുവാൻ എനിക്ക് ആവശ്യമായ നിറവ് യേശുവിനെ ദാഹിച്ചാൽ മാത്രം മതി. ദാഹിക്കുന്നതിന് മേൽ ആ നീരൊഴുക്കുകളെ കഥാവ് വരുന്നത്. അതിന് മുഖത്തേക്ക് നോക്കിയാട്ടെ. സ്തോത്രം. ഒരുമിച്ച് പാടുമ്പോൾ കഥാവിന് ഒരിക്കൽ കൂടി ഒന്ന് മഹത്വപ്പെടുക. സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപൂരമേ, ഹേ രക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപൂരമേ, സൗജന്യമായി ലോകത്തെ വീണ്ടെടുക്കൂ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ, കൃപാകട
ആശയോടെ നിന്നെ മടങ്ങുകില്ല നീ വിടും ഞാൻ മടങ്ങുകില്ല ഇവിടം Ask him, seek him, knock, seek, knock, ask. പരിശുദ്ധാത്മാവിനായി ചോദിക്കുന്നവർക്ക് അത്രയധികം നൽകാതിരിക്കുമോ? Ask him for the Holy Spirit.
സന്തോഷിക്കാതിരിക്കരുത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാനാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരശുദ്ധനും അതിലൂടെ കടന്നു പോവുകയില്ല. അവൻ അവരോടുകൂടി ഇരിക്കും. വഴിയെ പോക്കൻ ഭോഷന്മാർ പോലും വഴിതെറ്റി പോകത്തില്ല. അതെ, അവിടെ പറയുന്നു, യഹോവയിൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി വരും. ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് അവർ മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും. അവർക്ക് ആനന്ദവും സന്തോഷവും അവർ പ്രാപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന മക്കളുണ്ട്. ഞാൻ ദുഃഖത്തിൽ, ഞാൻ നിരാശയിരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൽ സന്തോഷം. കർത്താവിൻ്റെ സന്നിധി നമ്മൾ വന്നത് ആ സാരം യേശുവിൻ്റെ നാമത്തിൽ മാറും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് ഭാരത്തോടെയാണോ വന്നിരിക്കുന്നത്? ആ ഭാരത്തെ കർത്താവ് ഇന്ന് പകൽ എടുത്തു മാറ്റുക. കർത്താവിൻ്റെ സന്നിധിയെ സന്തോഷിക്കാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ, കർത്താവിന് വേണ്ടി നമ്മുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഒരു പ്രത്യേക കൃപ, ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരും. ശക്തിയില്ലാത്തടത്ത് ശക്തിയെ കർത്താവ് ഒഴുക്കും. ആ നീരൊഴുക്കെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്ന ഹൃദയ വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ തന്നെ അകത്തളങ്ങളിൽ നിന്നൊരു നീരൊഴുക്ക് കർത്താവ് പുറപ്പെടുവിക്കും. സ്തോത്രം. അത് സന്തോഷം തരുന്ന നീരൊഴുകയാ. ആമേ. കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ പ്രതികൂലമായിരിക്കാം, കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. പക്ഷേ എൻ്റെ അകത്തൊരു സന്തോഷം കർത്താവ് തരും. അത് നിത്യ സന്തോഷമാണ്, അത് രക്ഷയുടെ സന്തോഷമാണ്. അത് കഷ്ടത്തിനെടുത്ത് മാറ്റാൻ കഴിയത്തില്ല, ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് അതെടുത്ത് മാറ്റാൻ കഴിയത്തില്ല, പിശാചിനെ തൊടാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇതിലും കൂടുതൽ ഞാൻ കർത്താവിനെ ആരാധിക്കും. ദൈവത്തെ മഹത്വപ്പെടും. ഒരിക്കൽ കൂടി കർത്താവിനെ മഹത്വം കൊടുക്കാം. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നിന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നിന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നിന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണം. സന്തോഷം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ എന്നു നടത്തണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ നടത്തണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നിന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നിന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകുപോൽ ഉരുക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകുപോൽ ഉരുക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നിന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നിന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ.
ചേർന്നു നിൽക്കാം എൻ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ നിൻ ആത്മമായി കൊണ്ട് നിറയ്ക്കണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ അനുദിനം വഴി നടത്തുന്നത് നമ്മൾ കാര്യമാക്കാറില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ അവകാശികളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയുള്ളൂ. ഒരു ചെറിയ കാര്യത്തിന് പോലും നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ മടിക്കുന്നവരാണ്. നമ്മളെ ഓരോ അവസരങ്ങൾ വരുമ്പോഴേ നമ്മളത് തിരിച്ചറിയാറുള്ളൂ. നമ്മളെ ഒരു അസുഖത്തിൽ നിന്ന് ഒരു അസുഖം വന്ന് നമ്മൾ സൗഖ്യമാകുമ്പോഴേ നമ്മൾ അതിൻ്റെ വില അറിയുള്ളൂ. അതുപോലെ നമ്മളെ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നമ്മളെ പരിപാലിക്കുന്നു. നമ്മളതിനൊരിക്കലും നന്ദി പറയാറില്ല, അതിന് നമ്മൾ താല്പര്യം എടുക്കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച സന്ധ്യ നേരത്ത് വാതിൽ തുറന്നപ്പം അവിടെ വലിയൊരു പാമ്പ്. ഞാനന്നേരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. സന്ധ്യ മയങ്ങിയ നേരമാണ്. ഞാനത് അന്നേരം ദൈവം നമ്മളെ ബലപ്പെടുത്തി. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ വേഗം കഥ അടയ്ക്കുവാനും കഥയുടെ ഇടയിൽ അതിൻ്റെ വാല് കുടുങ്ങുവാനും എല്ലാം ദൈവം ഇടയാക്കി. അല്ലാന്ന് അത് കഴിഞ്ഞ് ഞാൻ അതിനെ മാറി നിന്ന് ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് നല്ല വിഷമുള്ള വലിയൊരു പാമ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിന് ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല. പിന്നെ അടുത്ത വീട്ടിലെ ഒരു ചേട്ടനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടനായിരുന്നു. അപ്പം ഞാനതിനെ ആ സമയത്ത് എനിക്ക് കഥ തുറക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കഥ അടച്ചോന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത് അകത്ത് കയറിയാൽ നമ്മളറിയാലോ, അല്ലെങ്കിൽ കഥ തുറക്കുമ്പോൾ ഞാൻ കയറി ചവിട്ടുമോ അല്ലെങ്കിൽ അകത്ത് വരുമോ. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് കർത്താവ് നമ്മളെ സംരക്ഷിച്ചു. അപ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. നമ്മൾ ഓരോ അവസരങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുമ്പോഴേ നമ്മൾക്ക് അതിൻ്റെ മഹത്വം അറിയാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ. എൻ മന്മേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മന്മേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവിടുന്ന് ചെയ്ത ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുന്ന ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായിട്ട് ദൈവസന്നിധി ഒരുമിച്ച് ആ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വീണ്ടും വരുന്നവനായ സർവശക്തനായ ദൈവത്തിന് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുമ്പോൾ നമ്മളോട് തുടർന്നും പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയത്ത് തിരുവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് റോമർക്കെതിരെ ലേഖനം, അതിൻ്റെ നമുക്ക് സുപരിചിതമായൊരു വേദവാക്യമാണ്. അതിൻ്റെ 12-ന്റെ 2-ാം വാക്യം നമുക്ക് ആമുഖമായിട്ട് വായിക്കാം. ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് കർത്താവ് നമ്മുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്നതിനെ പറ്റിയും അതിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റിയും കഴിഞ്ഞ ഞായറാഴ്ച സംസാരിപ്പാനിടയാക്കി. തുടർന്നും അതിൽ നിന്നും ചില കാര്യങ്ങൾ കൂടി ചുണർത്തുവാനും അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമാനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇല്ലല്ലോ താല്പര്യമുണ്ടെങ്കിൽ അത് കേൾക്കാൻ സാധിക്കും. ഇല്ലെങ്കിലും പലരും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. നമുക്ക് ആ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ തിരുവചനത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് റോമൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭയിൽ സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, തുടർന്ന് സഭയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ എന്ത് ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായി കാണിച്ചു കൊടുക്കുന്ന ഒരു വേദവാക്യമാണ്. ദൈവസഭകൾക്കുള്ളിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. നമ്മൾ ദൈവവചനം നമ്മൾ കലമടിച്ച് ആത്മാവിൽ ആരാധിച്ച് സന്തോഷം പ്രാപിച്ച് മടങ്ങിപ്പോകുക. എന്നാൽ നമ്മുടെ
യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവത്തിൽ ആയിത്തീരുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. മനസ്സ് പുതുക്കുന്നത്, മനസ്സ് പുതുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഞാൻ വിശ്വസിക്കുന്നു മനസ്സ് പുതുക്കപ്പെടുന്നതാണ്. നമ്മളെ ദൈവം വിളിച്ചത് രക്ഷിക്കപ്പെടാനാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ മനസ്സ് പുതുക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വെളിപ്പെടുകയില്ല. അപ്പം മനസ്സ് പുതുക്കിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സ്തോത്രം, ചിലരൊക്കെ പോയെന്നിരിക്കും. പക്ഷേ സ്വർഗത്തിൽ മാത്രം സന്തോഷം അനുഭവിക്കാനല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നമ്മൾ സന്തോഷം അനുഭവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ സന്തോഷം അനുഭവിക്കണമെങ്കിൽ മനസ്സ് പുതുക്കപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം ആ മനസ്സ് പുതുക്കുമ്പോൾ എന്ത് സംഭവിക്കും, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നതിനെപ്പറ്റിയാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത്. കർത്താവിൻ്റെ ഹിതം വ്യക്തമായി വെളിപ്പെടും. നമ്മളിലുള്ള മറിഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ താലന്തുകൾ വെളിപ്പെടും. ദൈവസഭയ്ക്കകത്ത് യൂണിറ്റ് വെളിപ്പെടും. പിശാചിൻ്റെ മേൽ അങ്ങനെ ജയം കിട്ടും. കർത്താവിന് വേണ്ടി നല്ല സാക്ഷികളായി നമ്മൾ തീരുവാനിടയാകും. മാത്രമല്ല, ദൈവത്തിന് ഉന്നതമായ പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവകരങ്ങൾക്കുള്ളിൽ പ്രയോജനപ്പെടുന്ന മാനപാത്രങ്ങളാക്കി അങ്ങനെയുള്ളവരെയാണ് കർത്താവ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. പലതരം പാത്രങ്ങളുണ്ട് ഒരു ഭവനത്തിൽ. ചിലത് ഹീനമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ നമ്മളെ കർത്താവ് ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശദീകരണത്തിലൂടെയും ഒരു മനസ്സ് പുതുക്കലിലൂടെയും മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രയോജനപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. പലർക്കും ശ്രേഷ്ഠമായി ശക്തമായി ദൈവത്തിൻ്റെ കരങ്ങളിലൊക്കെ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അനവധി പേരുണ്ട്. പക്ഷെ പലപ്പോഴും അതിനകത്ത് തടസ്സമായി നിൽക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ നമ്മുടെ മനസ്സുകൾ നവീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ആ ഒരു റിന്യൂവൽ വരാതെ ദൈവത്തിൻ്റെ കരത്തിൽ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പലപ്പോഴും വീണു പോകാൻ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീഴാതിരിക്കുന്നത് നല്ലത്, നിൽക്കുന്നിടത്ത് നിൽക്കുന്നതല്ലേ എന്ന് ദൈവം വിചാരിച്ചാണ് പലപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നത്. സ്തോത്രം. അപ്പം നമ്മളൊന്ന് പുതുക്കം പ്രാപിക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ സംസാരത്തിന് വരെ മാറ്റം വരും. യെശയ്യാ പ്രവാചകനെ അങ്ങനെയാണ് ദൈവം കരങ്ങൾ ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ നാവിനെ കർത്താവ് ഒന്ന് ശുദ്ധീകരിച്ചപ്പോൾ അന്ന് വരെ പ്രവചിക്കാത്ത തലങ്ങളിൽ യെശയ്യാവ് പ്രവചിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു മഹാഭാഗ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം നല്ലൊരു മനുഷ്യനാകാനാണ്. ദൈവം ആഗ്രഹിക്കുന്നതും ആദ്യം നമ്മളെ ഒരു മനുഷ്യനാക്കുക എന്നുള്ളത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സാധാരണ നിലവാരത്തിൽ സ്തോത്രം ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരുമായ നല്ല മനുഷ്യൻ എന്ന് പറയുന്ന തലത്തിൽ നമ്മളെ ആദ്യം ആക്കി തീർക്കുക. അതിനുശേഷം ദൈവത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക്, ദൈവിക ഛായയിലേക്ക് നമ്മളെ മാറ്റുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പലരും വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് സ്തോത്രം സാധാരണ വിശ്വാസത്തിൽ വരാത്തവരുടെ ജീവിതത്തിൽ പോലും സ്തോത്രം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ സ്തോത്രം പലരും കൺഫ്യൂസ്ഡായി പോവുകയാണ്. പക്ഷേ നമ്മളെ നല്ലൊരു വ്യക്തി മനസ്സിന് ഉടമയാക്കി മാറ്റിയിട്ട് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുവാനാണ് ദൈവം വിളിച്ചത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക, ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് മാറ്റപ്പെടുക. ചിലർ താടിയും മുടിയൊക്കെ നീട്ടി തലമുടിയൊക്കെ നീട്ടി ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ആയിത്തീരുവാനല്ല, നമ്മുടെ അകത്ത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ എന്നുള്ള ഒരു ദൈവിക പദ്ധതി ഇതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ആ പദ്ധതിക്ക് അപ്പുറത്ത് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേൽ സ്വതം വാഴുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വിടുവിക്കപ്പെടുവാനും നമ്മളിൽ രൂപാന്തരം സംഭവിക്കുമ്പോൾ നമ്മളെ ഒപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പലപ്പോഴും തടുത്തു നിർത്തുന്ന
ശക്തി കേന്ദ്രങ്ങളെ തകർക്കുവാനുള്ള, അതിൻ്റെ മേൽ മറികടക്കുവാനുള്ള അതിന് വഴികളും മുഖാന്തരങ്ങളും ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ വിശ്വാസത്തിൽ കടന്നു വന്ന പല ദൈവസഭകളിലും ഈ വിഷയം പറയാറില്ല. കാരണം പറഞ്ഞാൽ ജനം കൈയടിക്കത്തില്ല. മാത്രമല്ല ഈ പറയുന്ന ആളെ കൂടെ ചൂണ്ടിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. റിസ്ക് ഉള്ളത് കൊണ്ട് ഇതിനെപ്പറ്റി അധികം സംസാരിക്കാറില്ല. പക്ഷേ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും കഴിയാത്തൊരു കാര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. പലരും യോഗയും പിന്നെ ട്രാൻസെൻഡൽ മെഡിറ്റേഷനും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുവാനും മനസ്സിനെ ഒന്ന് കേന്ദ്രീകരിക്കുവാനും സ്തോത്രം, അത് മാത്രമല്ല നല്ലൊരു മെൻ്റൽ ഒരു പവർ കിട്ടുവാനുമൊക്കെ ശ്രമിക്കുമ്പോൾ ഇന്ന് മാത്രമല്ല ഈ നല്ലൊരു മനസ്സ് അല്ലെങ്കിൽ ശ്രേഷ്ഠമായൊരു മനസ്സുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഗാന്ധിജിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരുമായ ആൾക്കാർ അവർ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു സാധാരണക്കാരായി ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവർക്ക് പോലും കിട്ടാത്ത ഒരു മനസ്സിന്റെ പുതുക്കം നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അവൻ കഴിയുമെന്ന് ഇന്ന് ദൈവം നമ്മളെ അവൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഈ ദിവസങ്ങൾ പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധമായ ജീവൻ നൽകുവാനും വേണ്ടിയാണെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്. ആമേൻ. അപ്പം പല വ്യക്തികളും പലയിടങ്ങളിൽ പോയാലും പല ജീവിത അനുഭവങ്ങൾ വന്നാൽ നമ്മളൊക്കെ ഒരു 20 വയസ്സുള്ളപ്പം 20 വയസ്സുള്ള കുറച്ച് പേരുണ്ട് ഇവിടെ സോദരം. നമ്മളൊക്കെ ഏകദേശം 50 വയസ്സ്, ഞാൻ 60 വയസ്സിലേക്കൊക്കെ കടന്നവരാ. അപ്പോൾ നമ്മളൊക്കെ 20 വയസ്സും 30 വയസ്സും 40 വയസ്സും ഒക്കെ കഴിയുമ്പം നമ്മുടെ ജീവിതത്തിന് അനുഭവങ്ങൾ നമ്മളെ കുറച്ചുകൂടെ നല്ല വ്യക്തികളാക്കി മാറ്റിയിട്ടില്ലേ സ്വതം? ഒന്നെങ്കിൽ യു ബിക്കം എ ബെറ്റർ പേഴ്സൺ ഓർ യു ബിക്കം എ ബിറ്റർ പേഴ്സൺ. ഹല്ലേലൂയ. പക്ഷേ നമ്മളെ ബെറ്റർ പേഴ്സൺ ആക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളുടെ ക്രമം നമ്മൾ നടത്തിയത്. അവൻ 20 വർഷം മുമ്പുള്ളൊരു വ്യക്തിയല്ല ഞാൻ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില പക്വതകൾ പ്രാപിച്ചു. അവൻ ഈ ദിവസങ്ങളിൽ ചിലരെ പറ്റിയൊക്കെ വ്യക്തമായി എനിക്ക് മനസ്സിലായി. എങ്കിലും അവൻ ഒരു പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ കർത്താവ് ഇന്ന് ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, റോമർ സഭയെ നിങ്ങൾ മനസ്സ് പുതുക്കണം, നിങ്ങൾ രൂപാന്തരപ്പെടണം. അതിനകത്ത് സ്തോത്രം, അതിലൂടെ മാത്രമേ യേശുക്രിസ്തു വിഭാവനം ചെയ്ത യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലൂടെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ട സമാധാനവും സന്തോഷവും നമ്മളിലൂടെ വെളിപ്പെടേണ്ട ദൈവിക പ്രവൃത്തികളും വെളിപ്പെടുവാൻ തക്ക ഇടയാകണമെങ്കിൽ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അത് മനസ്സ് പുതുക്കുക, രൂപാന്തരപ്പെടുക എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ആമേൻ. അപ്പോൾ പലരുടെയും മനസ്സ് സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണാൻ പോകുന്ന അവരുണ്ടെങ്കിൽ അവിടെ വരുന്ന പല ആൾക്കാരെയും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് എനിക്കത്, ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയല്ല, സ്തോത്രം, എനിക്ക് വേണ്ടി ഞാൻ പോകാറില്ല. അത് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. സ്തോത്രം. മനസ്സിൻ്റെ രോഗമാണെങ്കിലും ശരീരത്തിൻ്റെ രോഗമാണെങ്കിലും ആത്മാവിൻ്റെ വിഷയമാണെങ്കിലും കർത്താവിൻ്റെ സന്നിധി അതെല്ലാം ഉത്തരവുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവർ യേശുക്രിസ്തുവിനെ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവരുടെ മനസ്സിന് കിട്ടേണ്ട സമാധാനവും സന്തോഷവും അവർക്ക് കിട്ടേണ്ട ശാന്തി, അവർക്ക് കിട്ടേണ്ട മാനസിക നിയമമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരുവാനുള്ള എല്ലാ കാര്യങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഈ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. അത് ദൈവസഭയെ അറിയണം, അത് ദൈവസഭ പ്രാപിക്കണം, അത് ദൈവസഭയുടെ ജീവിതത്തോടെ അനേകർക്ക് നമ്മൾ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ തുടക്കം, ആദ്യത്തെ സുവിശേഷം കർത്താവായ യേശുക്രിസ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ കർത്താവ് പറയുന്ന ആ ഉദ്ഘാടന പ്രസംഗം നമ്മളിൽ പലർക്കും അറിയാം. അത് യേശയ്യാ പ്രവാചന പുസ്തകം 61:1 കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, അവൻ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു.
യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെത്തി കർത്താവിനെ സ്തോത്രം ചെയ്യണം. ദൈവത്തിന് ആത്മാവ് എൻ്റെ മേൽ ബന്ധം പോകുന്ന ആത്മാവല്ല, എൻ്റെ മേൽ ഇരിക്കുന്ന ആത്മാവാണ് ദൈവം എൻ്റെ മേൽ ഭരിക്കുന്നത്. ആ ആത്മാവ് മുഖാന്തരം എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആത്മാവ് മുഖാന്തരം എനിക്ക് ശക്തിയുണ്ട്, ആത്മാവ് മുഖാന്തരം എനിക്ക് വിടുതലുണ്ട്. പിശാചിൻ്റെ മേൽ എനിക്ക് ജയമുണ്ട്. പൈശാചിക മണ്ഡലങ്ങൾക്ക് എന്നെ കീഴടക്കാൻ കഴിയില്ല. ഈ ദിവസങ്ങളിലും എന്നിൽ വരേണ്ട രൂപാന്തരങ്ങൾ എന്നിലൂടെ കർത്താവ് എന്തായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെന്നെ ആക്കി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയും ദൈവകൃപയും ഒരു അഭിഷേകവും ദൈവജനത്തിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി ചെയ്ത് ഈ ഭൂമുഖത്ത് നിന്നും ദൈവത്തിന്റെ ആമേൻ വില്ല് ചെയ്ത് ദൈവത്തിന്റെ അതേ സ്തോത്രം ആമേൻ അത് ചെയ്തിട്ട് കടന്നു പോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം ആമേൻ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതം ഓരോരുത്തരുടെയും ജീവിതത്തിനെ ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് മടങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. നാം ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു വന്നത് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. മറ്റു കാര്യം തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും നൽകുവാനാണ് സർവശക്തനായ ദൈവത്തിനായ യേശുക്രിസ്തു വന്നത്. അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ബാറ്റിൽ ഫീൽഡാണ്. മനസ്സൊരു മാന്ത്രികനാണ്. ഹല്ലേലൂയ. നമ്മൾ പിടിച്ചാലൊന്നും മനസ്സ് നിൽക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഈ മനസ്സിനെ പിടിച്ചടക്കാൻ കഴിയുന്ന ആമേൻ എന്തെങ്കിലും ആർക്കെങ്കിലും കഴിയുമെങ്കിൽ, മനസ്സിനെ പിടിച്ചടക്കിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അനേക രാജ്യങ്ങളെ പിടിച്ചടക്കി അനേക വൻകാര്യങ്ങൾ ചെയ്തു. പക്ഷെ പലർക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മനസ്സിനകത്താണ് യുദ്ധം തുടങ്ങുന്നത്. നമ്മൾ പലപ്പോഴും നമുക്ക് പലരും പറയാവുന്നൊരു കാര്യമാണ്. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തും. ആമേൻ. ഇത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമല്ല, നമുക്ക് കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇത് പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളോട് ഇടപെടാൻ കഴിയത്തുള്ളൂ. കാരണം ഞാനെന്ന വ്യക്തി ഇതിലൂടെ ഒത്തിരി പോയിട്ടുള്ളതുകൊണ്ട്, സ്വന്തം ദൈവം എനിക്ക് പല മണ്ഡലങ്ങളിലും ജയം തന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പല വാക്തത്വങ്ങളും പലർക്കും നമുക്ക് നൽകാൻ കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു രൂപാന്തരത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ കടന്നു വന്നാൽ വളരെ വേഗത്തിൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എങ്ങ് പോകണം, ഇരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിന് മേൽ കടന്നു വരുവാൻ തക്കവണ്ണയാകും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട്, നമ്മൾ ആരാധിക്കുന്നു. പക്ഷേ ഈ ഒരു കൃപ നമ്മൾ ഇന്ന് പ്രാപിച്ച്, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഈ കൃപ പ്രാപിച്ച് നമ്മൾ ഭവനത്തിൽ പോകുമ്പോൾ നമ്മൾ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളും നമ്മൾ നേരിടുന്ന ഈ ലോകത്തിൻ്റെതായ പ്രതികൂലങ്ങളും പാപത്തിൻ്റെതായ സ്വാധീന വലയങ്ങളും പലപ്പോഴും നമ്മളെ പിടിച്ചടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആത്മീയ മനുഷ്യൻ നമ്മൾ പലപ്പോഴും ആ ശക്തി കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആത്മീയത മാറി നമ്മൾ പലപ്പോഴും ജഡികരായി മാറുന്ന അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ദിവസങ്ങളിലും നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരാതെ നമ്മളെ ആത്മീയമായി തന്നെ മുന്നോട്ട് വഴി നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ശത്രുവിൻ്റെ പദ്ധതി എങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കുക, ദൈവവുമായിട്ടുള്ള ആ കണക്ഷനെ മാറ്റുക, പരിശുദ്ധാത്മാവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ മാറ്റുക, നമ്മളെ പൂർണ്ണമായി ജഡികനാക്കി മാറ്റുവാൻ, നമ്മുടെ പഴയ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാനാണ് പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം പറയണം, ഞാനൊരു ജഡികനല്ല, ഞാനൊരു ആത്മീയനായി ഈ ദിവസങ്ങൾ ദൈവം എന്നെ പണിതെടുക്കും. പൈശാചിക മണ്ഡലങ്ങളിൽ ഞാൻ ക്ഷേമെടുക്കും. എൻ്റെ പ്രാർത്ഥനാ മുറികൾക്കുള്ളിൽ മാത്രമല്ല, എൻ്റെ ആരാധന ആലയത്തിൽ മാത്രമല്ല, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിലും ഞാൻ ജോലി ചെയ്യുന്ന മണ്ഡലങ്ങളിൽ, ഞാനായിരിക്കുന്ന കുടുംബത്തിനകത്ത്, ഞാൻ വസിക്കുന്ന ഭവനത്തിനകത്ത്, ഞാനായിരിക്കുന്ന ദേശത്ത്, ഞാനായിരിക്കുന്ന സമൂഹത്തിൽ ഞാൻ ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി മാറും എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്ത് കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ഒരു വാക്തത്വം ആമേൻ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരാണ് ജോണീസിലേക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, യോസേഫ്. സ്വന്തം യോസേഫ് പഴയ നിയമത്തിലെ വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ നോക്കിയാൽ
അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ആർക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിഷയങ്ങളും പ്രശ്നങ്ങളും ത്യജിക്കപ്പെട്ട അനുഭവങ്ങളും കുണ്ടറയുടെ അനുഭവങ്ങളും നിന്ദയുടെ അനുഭവത്തിലും എല്ലാം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കുറ്റവും നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ ഈ അനുഭവത്തിൽ കൂടെയൊക്കെ പോയപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു ആത്മീയ മനുഷ്യൻ തന്നെയായിരുന്നു. സ്തോത്രം. ദാവീദ് പോലും വീണ് പോയിട്ടുണ്ട്. അനേക വീണ് പോകാതെ ഇയ്യോബും യോസേഫും അല്ലാതെ ദാനിയേലും അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഉണ്ടെങ്കിൽ പറയാം. അല്ലല്ലോ, പഴയ നേരത്തിലെ കാര്യം. അപ്പം അങ്ങനെയുള്ള ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്നൊരു അനുഭവം ഇതിനകത്തിരിക്കുന്ന ദൈവസഭയിലിരിക്കുന്ന ദൈവമക്കൾക്കും നൽകുവാൻ ദൈവത്തിന് സ്തോത്രം താല്പര്യമുണ്ടെന്ന് മാത്രമല്ല, അതിനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പോയി എടുത്ത് പ്രാപിച്ച് ഇത് അനുഭവിച്ച് മുന്നോട്ട് പോകുവാനാണ് യേശു ഇത്ര പങ്കപ്പാട് 2026 വർഷം മുമ്പ് സ്വന്തം ചുടുചോര ഒഴിച്ച് സ്വന്തം ശരീരം തകർക്കുവാൻ, ആളെന്ന് പോലും തോന്നുവാൻ തക്കവണ്ണം ഇടയാകാതെ സ്വന്തം ശരീരത്തെ തകർക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. കർത്താവ് നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുവാൻ, നമ്മളൊരു പുതിയ വ്യക്തിയാക്കി മാറ്റുവാൻ, നമ്മളെ ഹല്ലേലൂയ സ്തോത്രം ഒരു നല്ല വ്യക്തിത്വമാക്കി മാറ്റുവാൻ, ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് മാറ്റുവാൻ മാത്രമല്ല, പൈശാചിക മണ്ഡലങ്ങളെ ക്ഷേമെടുക്കുവാൻ മാത്രമല്ല, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനും പ്രതികൂലതയും പ്രതിസന്ധിയുടെയും ഈ ദിവസങ്ങളും ഒറ്റപ്പെടലുകളുടെയും ത്യജിക്കപ്പെടുന്ന അനുഭവങ്ങൾക്കും വേദനിക്കുന്ന അനുഭവങ്ങൾക്കും മധ്യേയും സന്തോഷകരമായ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഈ വിഷയം പറയാൻ പൈശാചികമുള്ളവരിക്കും സമ്മതിക്കത്തില്ല. കാരണം ഇതിനകത്ത് ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയാൽ, എനിക്കെല്ലാം മനസ്സിലായെന്നില്ല, മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് കുറച്ച് ജീവിതത്തിൽ അതിൻ്റെതായ വിടുതലുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഇനിയും ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് കർത്താവ് സമൃദ്ധമായ ജീവൻ ഈ സ്വർഗത്തിൽ പോകണ്ട കേട്ടോ. ഇവിടെ ഇരുന്നാലും സ്വർഗത്തിൻ്റെ അനുഭവം കർത്താവ് തരും. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം സ്വർഗത്തിൽ പോകുന്ന ചെറിയൊരു അനുഭവമാണ്. പക്ഷെ അങ്ങ് ചെന്നാൽ കിട്ടുന്നതുമായിട്ട് യാതൊരു കമ്പാരിസണും ഇല്ല. എങ്കിലും യോസേഫിനെ പറ്റി പറഞ്ഞിരിക്കുന്ന യോസേഫ് നീറുരാവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെയാണ്, അല്ലേ? അപ്പോൾ എപ്പോഴും ഫലം കായ്ക്കുന്ന ഒരു അനുഭവം. സംഗീതം 1 തുടങ്ങുമ്പോൾ പറഞ്ഞിരിക്കുന്നത് നീതിമാനെ പറ്റി പറഞ്ഞിരിക്കുന്ന അവൻ ഫലം ആറ്റിരക്കത്ത് നട്ടിരിക്കുന്നതും ഫലം കായ്ക്കുന്നതുമായ ഒരു വൃക്ഷം പോലെയാണ് നീതിമാൻ. അവന് വേനൽ വരും, ചൂട് വരും, മഴ വരും, ഹല്ലേലൂയ, പലവിധ വിഷയങ്ങൾ വരും. പക്ഷേ എപ്പോഴും പച്ചപ്പുണ്ടായിരിക്കും. അവൻ എപ്പോഴും ആ വൃക്ഷം എപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. കാരണം അതിൻ്റെ വേരുകൾ അടിയിലേക്കാണ് പോയിരിക്കുന്നത്. അതെപ്പോഴും ഒരു പച്ചപ്പുണ്ട്. പലരും ചോദിക്കും, എന്താ സഹോദര സഹോദരി, ആർക്കും ഇല്ലാത്തൊരു സന്തോഷം നിങ്ങൾക്ക്? ഹല്ലേലൂയ. പലരും പ്രാപിക്കാത്ത സമ്പത്തൊന്നും നിങ്ങൾക്കില്ല. ഹല്ലേലൂയ. പലതും പ്രാപിക്കാത്ത ഉന്നതിയൊന്നും നിങ്ങൾക്കില്ല. പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. നിങ്ങളെ കണ്ടാൽ തന്നെ ഒരു സന്തോഷമുണ്ട്. പലരെയും കാണുമ്പോൾ വിഷണ്ണരായിരിക്കുന്നത് പലരെയും സ്തോത്രം കാണുമ്പോൾ ഉള്ള സന്തോഷം കൂടെ പോകുമ്പോൾ ദൈവമക്കളെ കാണുമ്പോൾ അനേകർക്കൊരു സന്തോഷമായി മാറുവാൻ, അനേകർക്കൊരു സമാധാനം കൊടുക്കുന്നവരായി മാറുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതങ്ങൾ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതായി മാറുവാൻ. ഹല്ലേലൂയ. അപ്പോൾ യോസേഫിനെ പറ്റി പറഞ്ഞിരിക്കുന്ന യോസേഫ് എല്ലാ വിഷയങ്ങളുടെ മധ്യേയും യോസേഫ് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം തിരിച്ചറിഞ്ഞു, എത്ര വലിയ എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും നമ്മുടെ അകമേ ദൈവം നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. പുറമേ വലിയ വളർച്ചയില്ലെങ്കിലും അകമേ വളരാൻ തുടങ്ങിയാൽ ശത്രുവിനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ഒരു ഘട്ടം കഴിയുമ്പം ദൈവത്തിന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. നിങ്ങളെയും എന്നെയും ഒരു ദിവസം ദൈവം മാനിക്കും. നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്ത് ദൈവപ്രവർത്തി എൻ്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം. ഇന്ന് നിൽക്കുന്ന എത്ര വലിയ അസാധ്യമായിരിക്കുന്ന മണ്ഡലമാണെങ്കിൽ നോക്കിയിട്ട് പറ, എൻ്റെ ദൈവം എന്നെ സമയമാകുമ്പോൾ ആർക്കും തടുക്കാൻ കഴിയത്തില്ല, ആർക്കും എൻ്റെ വാഗ്ദത്തത്തെ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. യോസേഫേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയധികം അപമാനം സഹിച്ചിട്ടും എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ കുറ്റം പറയാതെ നിന്നെന്ന് ചോദിച്ചാൽ പറയും, ഹല്ലേലൂയ, സ്തോത്രം. അത്യുന്നതനായവൻ അതേ പാറമേൽ, ആ പാറയിൽ ഞാൻ ഈ ദിവസങ്ങളിൽ നിൽക്കുവാൻ യാക്കോബിന്റെ വല്ലഭന്റെ ഭുജബലത്താൽ ഞാൻ ബലപ്പെട്ടു, കർത്താവിൽ ഞാൻ ആശ്രയിച്ചു, യാക്കോബിന്റെ പാറയായവനിൽ ഞാൻ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ അതിനകത്തെ വിഷയം
ജനസിസ് 49:22 നമ്മൾ വായിച്ചത്. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവരിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു, ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. അപ്പോൾ അവനെ വില്ലാളികൾ എയ്ത് അവനെ വിഷമിപ്പിച്ചു, അവൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചു. പിശാച് പരിപാടി നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുക എന്നുള്ളത്, അത് ചുറ്റുവട്ടങ്ങളിലൂടെ, മനുഷ്യനിലൂടെ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിനെ എങ്ങനെയെങ്കിലും തളർത്താനും തകർക്കാനും പിശാച് നോക്കും. പക്ഷേ ഇന്ന് പകൽ അത് തിരിച്ചറിഞ്ഞിട്ട് പറയണം, എത്ര വലിയ സ്തോത്രം, എൻ്റെ മനസ്സിനെ ഞാൻ സൂക്ഷിക്കും, എൻ്റെ മനസ്സൊരിക്കലും ഞാൻ തളർന്നു പോകാൻ സമ്മതിക്കത്തില്ല. എൻ്റെ മനസ്സിനകത്തുള്ള ദൈവിക സമാധാനത്തെ, സന്തോഷത്തെ പിശാച് നീ എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവന്നാലും എൻ്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന സന്തോഷവും എൻ്റെ ഉള്ളിലുള്ള പ്രത്യാശയും എൻ്റെ ഉള്ള വിശ്വാസത്തെ നിനക്ക് എടുത്തു മാറ്റാൻ കഴിയത്തില്ല. യോസേഫ് പറയുന്നു, ഹല്ലേലൂയ, കിണറ്റിനകത്ത് കിടക്കുമ്പോഴും എനിക്ക് പ്രത്യാശ പോയിട്ടില്ല, കിണറ്റിനകത്ത് കിടക്കുമ്പോഴും എനിക്ക് ദൈവം തന്ന ദർശനത്തിന് മാറ്റമില്ലെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അവൻ പോട്ടിഫറിന്റെ ഭവനത്തിൽ എന്നെ സ്തോത്രം നിന്ന വിഷയമാക്കിയപ്പോഴും എനിക്കറിയാം എൻ്റെ ദൈവം നീതിമാനാണെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് പറ, ഈ ദിവസങ്ങളിൽ ഞാൻ മുന്നോട്ട് പോകും. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ചിലരെ മനസ്സുകളെ തളർത്തി ശരീരത്തെ പോലും ബന്ധിച്ച് രോഗക്കിടക്കയിലാക്കാനുള്ള ശത്രുവിന്റെ പദ്ധതി ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തകരട്ടെ. യെസ്, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എല്ലാ തലങ്ങളും ഉന്നതി പ്രാപിക്കുമ്പോഴും യോസേഫിന് മാറ്റമില്ല കേട്ടോ. ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ അവൻ്റെ കഷ്ടതയിലല്ല അറിയുന്നത്. ആമേൻ എന്ന് എബ്രഹാം ലിങ്കൻ ആരോ പറഞ്ഞതാ. ഒരു വ്യക്തിയെ അറിയാൻ അധികാരവും സമ്പത്തും കിട്ടിയാലേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് യോസേഫിന് സമ്പത്തും അധികാരവും ഉന്നതിയും പ്രാപിച്ചപ്പോഴും യോസേഫിൻ്റെ മനസ്സിന് വ്യത്യാസമില്ല. ആമേൻ, അവൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല. അവന് ഉയർച്ച പ്രാപിച്ചാലും അവൻ്റെ മനസ്സിന് ഉയർച്ചയില്ല. അവൻ താഴ്മയുള്ളവനായിരുന്നു. സ്തോത്രം. അപ്പം നമ്മുടെ മനസ്സിനെ കർത്താവ് രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, അതെ, യോസേഫിൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചുവെങ്കിലും സ്വന്തം സഹോദരന്മാരുടെ അത് വന്നു, ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് വന്നു, അല്ലേ, എല്ലായിടത്തും പലതും ചെന്നപ്പോഴും കിട്ടേണ്ടുന്ന പലതും കിട്ടിയില്ല. പക്ഷെ അതിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിൽ, ഹല്ലേലൂയ, നമ്മുടെ മനസ്സിനെ പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ മതി. ചില കാര്യങ്ങൾ മാത്രമൊന്ന് പറയാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്പിരിറ്റാണ്. പലതിൻ്റെ പിന്നിൽ നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സുകൾ രൂപാന്തരപ്പെടാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, പലപ്പോഴും പ്രത്യേകിച്ച് കോപ സ്വഭാവമുള്ളവർ അല്ലെങ്കിൽ ഉള്ളിൽ മറ്റുള്ളവരോട് കയ്പും വിദ്വേഷമൊക്കെ ഉള്ളപ്പം ഇത് നമ്മളെ സ്വാധീനിക്കും. ഇത് നമ്മുടെ സമാധാനത്തെ കെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇതിനെ, ഈ ഒരു വിദ്വേഷം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ഇത് നമ്മളെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ എങ്ങനെയെങ്കിലും ഒപ്രസ് ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ ഈ മനസ്സിലേക്ക് വരുന്ന ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. ഇതറിയാൻ മേലഞ്ഞിട്ടില്ല. പക്ഷേ പൈശാചിക മണ്ഡലം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള തോന്നലുകളും കൊണ്ടുവരുമ്പം അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെതിരെ നിൽക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജയം തുടങ്ങുക. ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നു. ഹല്ലേലൂയ. ആദ്യം ഒരു റിയലൈസേഷനിലേക്ക് നമ്മൾ കടന്നു വരണം. ഇത് അകത്തളങ്ങളിൽ വ്യാപരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോണം. അവൻ പലരും
കാരണം ഈ ചുറ്റുമുള്ള അവിശ്വാസികളിൽ പലരും നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും, നമ്മളെ അറിയാൻ വേണ്ടിയായിരിക്കും. ഇവന് വല്ല മാറ്റം ഉണ്ടെന്ന് അറിയണ്ടേ വിശ്വാസി വന്നിട്ട്? ഹല്ലേലൂയ. പക്ഷെ വിശ്വാസി വന്നാലും പഴയ സ്വഭാവം തന്നെ കാണിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പിശാച് നമ്മളെ കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ജീവിക്കുന്നത്, നമ്മളെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടുവെങ്കിലും നമ്മുടെ ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഈ ശരീരം പഴയ മനുഷ്യനാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സ്വന്തം നമ്മുടെ വിശുദ്ധി ഒരു സ്റ്റാറ്റിക് അല്ല, അതൊരു ഡൈനാമിക് ആണ്. പക്ഷേ പിശാച് നമ്മളെ ആ ബാലൻസിനെ തെറ്റിക്കാനാണ് പിശാച് നോക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ പറ്റി സാക്ഷ്യം പറഞ്ഞ് അവരുടെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെടുവാൻ ഇടയായത് ഈ വ്യക്തിയുടെ നല്ല നടപ്പ് വഴിയാണ്. വചനം ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ജീവിതം കൂടെ മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എന്നോട് വല്ലതും ചോദിച്ചിട്ടുണ്ടോ വിശ്വാസിയായിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പോഴല്ലേ കുറച്ച് കാരണം പിശാച് പറയേണ്ടാത്തത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും ചിലപ്പോൾ. ഹല്ലേലൂയ. വലിയ മോശമൊന്നും വേണ്ട, അല്പം നെഗറ്റീവായിട്ട് പറഞ്ഞാലും മതി, അതിനെ കയറി പിടിക്കും. അപ്പോൾ നമ്മളുടെ അകത്തളങ്ങളിൽ സംഭവിക്കുന്ന രൂപാന്തരം നമ്മുടെ പുറമേ ആണ് പ്രതിഫലിക്കുന്നത്. നമ്മുടെ മനസ്സുകൾ പലപ്പോഴും രൂപാന്തരപ്പെട്ടിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ രൂപാന്തരപ്പെടേണ്ട മണ്ഡലങ്ങളിൽ രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അകത്തൊരു സ്വാതന്ത്ര്യം കർത്താവ് തരും. സ്തോത്രം. നമ്മുടെ അകത്തുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പം ചിന്തിച്ചോണം, എവിടെയോ പൈശാചിക മണ്ഡലം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്, എനിക്കതിൻ്റെ മേൽ ജയം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യോസേഫിനെ ഭാരപ്പെടുത്തുവാനും യോസേഫിനെ കോപിപ്പിക്കുവാനും യോസേഫിനെ ദൈവത്തെ തള്ളിപ്പറയാനുള്ള അനേക അവസരങ്ങളും സാഹചര്യങ്ങളും പിശാച് ഒരുക്കി കൊടുത്തു. പക്ഷെ അവിടെയൊന്നും യോസേഫ് ഒരു വാക്ക് പോലും ഇയ്യോബും പറഞ്ഞില്ല, യോസേഫും പറഞ്ഞില്ല. അല്ലേ? അപ്പോൾ നമ്മളെ അറിയുന്ന അവിടെയാണ് കർത്താവ് നമ്മളെ ഇതിലൂടെ കൊണ്ടുപോകും. നമ്മുടെ മനസ്സിൽ ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറയും. ഇത് നമ്മളെ നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും കെടുത്തുന്ന മനസ്സിനെ ഞെരുക്കുന്ന ഒരു മണ്ഡലത്തെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് സ്വതം അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. സ്വതം അത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇതിനകത്ത് സമാധാനം കുറച്ചുകൂടെയൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ ദൈവത്തെ ആരാധിച്ച് ചെയ്യുമ്പോൾ ഒരു സ്വാതന്ത്ര്യവും സമാധാനമൊക്കെ ഉണ്ടോ? സ്വതം അല്ലേ? ഉണ്ടല്ലോ അല്ലേ? സ്വതന്ത്രം അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് കിട്ടും നമുക്ക്. ഇവിടെ ദൈവ സാന്നിധ്യത്തിൽ വന്ന സ്വാതന്ത്ര്യമുണ്ടെന്ന്, ദൈവ സാന്നിധ്യത്തിൽ വന്ന സന്തോഷമുണ്ടെന്ന്. മല പോലെ നിൽക്കുന്ന വിഷയങ്ങൾക്ക് മുമ്പിൽ നിൽക്കോലും മഞ്ഞുരുകി പോകുന്ന പോലെ ഹൃദയത്തിനകത്തുനിന്ന് ഭാരങ്ങൾ വിട്ടുമാറുന്നത് അനുഭവിച്ചവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അവിടെ പലപ്പോഴും കുറ്റബോധത്തിൻ്റെ ചിന്തകൾ പിശാച് നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ എങ്ങനെയെങ്കിലും കുറ്റബോധത്തിനകത്ത് നമ്മളെ നിർത്തി നമ്മുടെ മനസ്സമാധാനത്തെ കെടുത്തുവാൻ ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ അവൻ കൊണ്ടുവരും. അങ്ങനെ പലരും ഈ വിശ്വാസി വന്ന പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത്, അവിശ്വാസികളുടെ കാര്യമല്ല. അപ്പോൾ വിശ്വാസി വരാത്തവരെ സംബന്ധിച്ചോളം ഇതിനകത്തൊന്നും വിടുതലില്ല. എത്ര മരുന്ന് കഴിച്ചാലും വിടുതൽ കിട്ടത്തില്ല, അല്ലേ? പക്ഷേ കർത്താവിനെ അറിഞ്ഞ് ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ആത്മകൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് ഇതിനകത്തുനിന്ന് ഒരു വിടുതലും സ്വാതന്ത്ര്യവും ഉണ്ട്. സ്തോത്രം. ഒരു ഫലപ്രദമായ ഒരു വൃക്ഷമാക്കി ദൈവത്തിന് മാറ്റുവാനും ദൈവം ആഗ്രഹിക്കുന്ന പേഴ്സണാലിറ്റിയിലേക്ക് ദൈവമക്കളെ ആക്കി തീർക്കുവാനും വേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ മനസ്സിനെ, ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നൊരു ശക്തി കേന്ദ്രം ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം. സ്തോത്രം. അത് നമ്മളല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി കേന്ദ്രം നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് കടന്നു വരുന്നത് പിതാമഹന്മാരുടെ കടന്നു വരാം. നമ്മുടെ പാരമ്പര്യ DNA കിടപ്പുണ്ട്. ഹല്ലേലൂയ. ചില സ്വഭാവങ്ങൾ DNA-ക്കകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ അതിൻ്റെ മേലൊക്കെ കർത്താവ് സ്വന്തം രക്തം ചൊരിഞ്ഞത് നമ്മുടെ DNA-യിലും നമ്മുടെ ക്രോമസോംസിലുമൊക്കെ അലിഞ്ഞു കിടക്കുന്ന ശാപത്തിൻ്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റാനാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസപ്പെടാം. എനിക്ക് വേണ്ടി രക്തം ചൂർന്ന പരിപൂർണമായ രക്തം, ശുദ്ധമായ രക്തം യേശു ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക്കായി വരുന്ന, ഹെറിഡിറ്റിയായി വരുന്ന, പാരമ്പര്യമായി വരുന്ന ശക്തി കേന്ദ്രങ്ങൾക്ക് എന്നെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന വിശ്വാസ കഥാവിൻ്റെ നാമത്തിൽ
ഇന്നും എനിക്കത് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. ഇതൊരു വിടുതലിൻ്റെ വചനമാണ്. ഇത് പുറമേയുള്ള വിടുതലല്ല, ഇതാകമേയുള്ള വിടുതലാണ്. ഭയത്തിൻ്റെ ചിന്തകൾ പലപ്പോഴും കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാനിത് പറയുന്നതുകൊണ്ടായിരിക്കും എൻ്റെ മനസ്സിൽ പോലും പൈശാചിക മണ്ഡലം അതിൻ്റെതായ സ്വാധീനം കൊണ്ട് ഡിപ്രഷനെ ദൈവമക്കളുടെ ജീവിതത്തിൽ കൊണ്ട് ഡിപ്രഷൻ, യേശുവിൻ്റെ നാമത്തിൽ ഡിപ്രഷൻ്റെ മേൽ ക്ഷേമമുണ്ട്. ഹല്ലേലൂയ. ഡിപ്രഷൻ വരുമ്പോഴേ മരുന്ന് കഴിക്കാനുള്ള കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അതിൻ്റെതായ സ്തോത്രം അതിൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ ദൈവം നമുക്ക് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയാം. അപ്പോൾ സിയോനിലെ ദുഃഖിതന്മാർക്ക് പറയും, യേശയ്യാ പ്രവാചകൻ 61:3 അതിനുള്ള ഒരു സൊല്യൂഷൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സിയോനിലെ ദുഃഖിതന്മാർക്ക് ദുഃഖിച്ച് നിരാശരായി തീരാനല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അങ്ങനെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. അപ്പോൾ പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിലും കേൾക്കുന്ന ആരാണെങ്കിലും ആരുമാകട്ടെ, വിശ്വാസികളെ സ്വാധീനിക്കുന്ന ഒരു ഡിപ്രഷൻ്റെ സ്പിരിറ്റ് ഉണ്ട്, ഫിയറിൻ്റെ സ്പിരിറ്റ് ഉണ്ട്, സ്തോത്രം, ഗിൽറ്റ് കൊണ്ടിരുന്ന സ്പിരിറ്റ് ഉണ്ട്. പലതരത്തിലുള്ള സ്പിരിറ്റ് ഒരു മനുഷ്യൻ്റെ ശരീരത്തെ ഒപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഞെരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിനെ ഞെരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ മനസ്സ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സ് സ്വതന്ത്രമാകാൻ തുടങ്ങും. അന്യാരാധന ശക്തികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ തുടങ്ങും. സ്വാധീന വലയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകരാൻ തുടങ്ങും. ഹാലേലൂയ. എങ്ങും കിട്ടാത്ത ഒരു സമാധാനത്താൽ ദൈവം എന്നെ നിറയ്ക്കുവാനിടയാകും. എൻ്റെ ഭവനത്തിനകത്തല്ല വിഷയം, എൻ്റെ ചുറ്റുവട്ടങ്ങളല്ല വിഷയം. എൻ്റെ വിഷയം, നമ്മുടെ വിഷയം അകത്തളങ്ങളിലാണ്. പുറമെ എന്ത് ശക്തി ഉണ്ടെങ്കിലും, പുറമെ എന്ത് ബന്ധനമുണ്ടെങ്കിലും, എൻ്റെ അകത്ത് ഇന്ന് ബന്ധനമില്ലെങ്കിൽ ലോകത്ത് ഒരു ശക്തിക്ക് എന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുകയാണ്, അലങ്കാരം ദുഃഖത്തിന് പകരം. സിയോനിലെ ദുഃഖിതന്മാർക്കൊക്കെ വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അതെ, അലങ്കാരമായ ദുഃഖത്തിന് പകരം ആനന്ദ, വിഷണ്ട മനസ്സ് നയിക്കുന്ന ഡിപ്രഷനാണ്. അതെങ്കിൽ നമ്മളെ പലപ്പോഴും വിഷാദ രോഗം എന്നൊക്കെ പറയുന്നതാ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമുണ്ട്. ഡിപ്രഷൻ്റെ സ്പിരിറ്റ് ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നത്. അത് എത്ര കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഡിപ്രസ് ചെയ്യുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും കഴിഞ്ഞ കാലങ്ങളിലെ ചിന്തകളെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് പലപ്പോഴും എന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടുവരുന്ന ആ ഇരുട്ടിൻ്റെ വ്യാപാരത്തിന് മേൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ജയമെടുക്കാൻ ദൈവമക്കൾ തയ്യാറാകുക. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളിൽ തന്നെ, നമ്മുടെ വായിൽ തന്നെ ഇന്ന് ജയമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ വിഷണ്ട മനസ്സ് സ്തുതിയുടെ മേലാണ് ദൈവം കൊടുത്ത് ദൈവം അതിനുള്ള മറുമരുന്ന് തന്നിട്ടുണ്ട്. ആമേൻ. ഡിപ്രഷൻ വരുമ്പോൾ മാറിയിരുന്ന് പോയി ദൈവത്തെ ഒന്ന് ആരാധിച്ചു നോക്ക്. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ ആരാധിച്ചു നോക്ക്. ആമേൻ. അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങ്. ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ, ഞാൻ വെറുതെ പറയുന്നില്ല. ഹല്ലേലൂയ. രാവിലെ വെച്ചാൽ ഡിപ്രഷൻ തോന്നിയാൽ ഞാൻ അന്നേരം കൈയടിച്ച് ആരാധിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഡിപ്രഷൻ അവിടെ പോയെന്ന് അറിയത്തില്ല. സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് മരുന്ന് തന്നിട്ടുണ്ട്. ആമേൻ. നമ്മൾ മാറിയിരുന്ന അത് ആമേൻ കഴിക്കാനുള്ള തയ്യാറാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഈ ഡോക്ടർ മരുന്ന് വന്നാൽ കബേർഡിനകത്ത് വെച്ചാൽ രോഗം പോകുമോ? ഇല്ലേ? സ്തോത്രം. അത് കണ്ടുകൊണ്ടിരിക്കാനല്ല, ഈ വചനത്തിനകത്ത് സ്തോത്രം അതിനുള്ള മരുമരുന്ന് അതായത് നമ്മൾ കഴിക്കാനുള്ള തയ്യാറാണ്. അത് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാകുമ്പോഴാണ് സൗഖ്യം വരാൻ നോക്കുന്നത്. അത് നടക്കാൻ അപ്പോഴാണ് നമുക്കൊരു ജയം ദൈവം തരാൻ ഇടയാകുന്നത്. അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ മറ്റൊരു ഭാഗത്ത് ഹല്ലേലൂയ. അപ്പോൾ റോങ് കൺവിക്ഷനോ ചിലർക്ക് ഹൃദയത്തിനകത്ത് ഞാൻ ആരൊക്കെയോ ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മളല്ലാത്തത് നമുക്ക് ഭാവിക്കുന്നത് വിചാരിച്ചു കൊണ്ടിരുന്ന അത് ഞാനാണെങ്കിലും കേൾക്കുന്ന ആരാണെങ്കിലും നമ്മൾ ആരാണെന്ന് നമുക്ക് കാണിച്ചു തരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. നമ്മളെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു, നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, നമ്മളെ ജീവിതത്തിൽ ദൈവം എന്ത് തലത്തിലാണ് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതിനെ പറ്റിയും ഞാനെന്ന വ്യക്തി ആരാണെന്നുള്ളതിനെ പറ്റിയും വ്യക്തമായൊരു ബോധ്യം അത് നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ തുടങ്ങി. അപ്പം 5 W ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിടുതൽ വരണമെങ്കിൽ 3 W ഉള്ളത് വേൾഡ് വൈഡ് വെബാണ്. 5 W ക്വസ്റ്റ്യൻ ഉണ്ട്.
ഇതെൻ്റെ ഞാൻ വേറെ ആൾ പറഞ്ഞ സോമന്, അത് പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അതിനകത്ത് ആദ്യത്തെ W, ഹൂ യു ആർ, ഞാൻ ആരാണെന്ന് എനിക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. പലരും അവൻ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീമിൽ ജീവിക്കുന്നവരാണ് പലരും. വലിയ ഉന്നതന്മാർക്ക് പോലും അവരെ പറ്റി തന്നെ അവൻ യഥാർത്ഥത്തിലൊരു ബോധ്യമില്ല. നമ്മളെ തന്നെ സ്നേഹിക്കാൻ കഴിയാത്തവരുണ്ട്. കർത്താവ് എന്നെ സൃഷ്ടിച്ചോ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട്? സോ ആക്സെപ്റ്റ് യു ദ വേ ഗോഡ് ക്രിയേറ്റഡ് യു. നമ്മളെ എങ്ങനെ ദൈവം സൃഷ്ടിച്ചോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. നമ്മളെ ആദ്യം ഒരുപാട് സ്നേഹിക്കുന്നതും തെറ്റാണ്, പക്ഷേ നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ സ്നേഹിക്കുവാനും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ അത് കർത്താവ് തന്നതോർത്ത് ദൈവത്തിന് നന്ദി. അപ്പം ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ ദൈവം നമ്മളെ എന്താക്കി തീർത്തു എന്നുള്ളതിനെ പറ്റി വ്യക്തമായി നമുക്കൊരു ബോധ്യം വേണം. ദൈവ പൈതൽ എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ അറിയണം. പിശാച് പറയും, നമ്മൾ മുമ്പ് പറഞ്ഞ ആദാമിനോട് പറഞ്ഞ അവയോട് പറഞ്ഞത്, നീ ദൈവത്തെ പോലെ ആകും, നിനക്ക് ദൈവത്തെ പോലെ ആകാൻ പറ്റത്തില്ല. അവയെ നീ ചിന്തിച്ച് തലകുത്തി നിന്ന് എന്തെല്ലാം ചെയ്താൽ നിനക്ക് ഒരിക്കലും ദൈവത്തെ പോലെ, നീ മനുഷ്യരെ പോലെ തന്നെ ഇരിക്കത്തുള്ളൂ. സ്വതന്ത്രം തെറ്റായ ബോധ്യമാണ് കൊടുത്തത്. ഇത് ചെയ്ത് പല കള്ളപ്രവാചകന്മാരുമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇല്ലാത്ത വിളിയും തെരഞ്ഞെടുപ്പും പറഞ്ഞ അനേകർ ഹൃദയത്തിൽ തെറ്റായ ബോധ്യങ്ങൾ പിശാച് കൊണ്ടിടുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്ന അവിടെ തെറ്റായ ബോധ്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ മാറട്ടെ. അല്ലേ, ഏതെങ്കിലും തെറ്റായ ബോധ്യം ഇന്ന് പൈശാചികങ്ങളുടെ ഹൃദയത്തിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. I am accepted in Christ. ഞാൻ ദൈവവൈതലാണ്. യേശു ക്രിസ്തു എനിക്ക് ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ സകല വാഗ്ദത്തങ്ങളും എനിക്കുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ. സ്വതന്ത്രം. മറ്റൊരു W പറഞ്ഞിരിക്കുന്നത്, where are you coming from? നമ്മൾ എവിടുന്നാ വന്നത്? ഗൾഫിൽ മലയാളികളോട് ചോദിച്ചാൽ നിങ്ങൾ ഏത് രാജ്യക്കാരനെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കേരളക്കാരെന്ന് പറയും. സ്വതന്ത്രം. ബാക്കിയുള്ളവർ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ കേരളത്തിലുള്ളവർ പറയുന്നത് ഞങ്ങൾ കേരളത്തിലുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും കളിയാക്കാറുണ്ട്. സ്വതന്ത്രം. അത്രയ്ക്കും മലയാളി സ്പിരിറ്റ് നമ്മുടെ അകത്തുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വന്നതിനെ പറ്റി നമുക്കൊരു ബോധ്യം വേണം. ഹല്ലേലൂയ. മനാശ കുടുംബത്തിന് ഏറ്റവും എളിയ കുടുംബത്തിൽ നിന്ന് എന്നെ ഒന്നും സ്വതന്ത്രം ആർക്കും അറിയാൻ കഴിയാതെ, അല്ലെങ്കിൽ സ്വതം ഞാനൊരു കുറഞ്ഞവനാണെന്നൊക്കെ സ്വതം ചെറുക്ക് ഉള്ളിൽ ആർക്കെങ്കിലും തെറ്റായ ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പറയണം, ഹല്ലേലൂയ, ഞാൻ വന്നത് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ആണ് ഞാൻ വരുന്നത്. സ്വർഗത്തിൽ നിന്നും ജനിച്ച വ്യക്തിയാണെന്ന് ഇന്ന് വിശ്വസിക്കുന്ന ഞാൻ കേരളത്തിലല്ല, സ്വർഗത്തിലെ അപ്പച്ചൻ എന്നെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ച് എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി തീർത്തുന്ന വിശ്വസിക്കുന്ന കരങ്ങളടിച്ച് സ്വതം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ടെന്ന്. ഹല്ലേലൂയ. മൂന്നാമത്തെ W, why I am here. ഞാൻ എന്തിനാ ഭൂമുഖത്താക്കി വെച്ചിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ചോദിക്കാറ്, എന്തിനാ ഞാൻ എങ്ങനെ വിശ്വസിച്ചത്? നെഗറ്റീവായിട്ടില്ല, പോസിറ്റീവായിട്ട് ചില നെഗറ്റീവായിട്ട് ചോദിക്കാറുണ്ട്. ജനിച്ചതിനെ ഓർത്ത് യോബ് ശപിക്കുന്നുണ്ട്. അവൻ യെരമ്യാ പ്രവാചകൻ പോലും സ്വയം മതിയെന്ന് പറയുന്ന ഒരു ഏലിയാവിനെയും യെരമ്യാ പ്രവാചകനെയൊക്കെ കാണാൻ സാധിക്കും. ഇത് പിശാച് കൊണ്ടിരുന്ന നിരാശ. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും നിരാശയിൽ കഴിയുന്നുണ്ടെങ്കിൽ പറയണം, വെറുതെ എൻ്റെ കർത്താവ് കൊടുന്നത്. ഞാൻ ആക്സിഡൻ്റായിട്ട് ജനിച്ചതല്ല, എന്നെ ആക്സിഡൻ്റായിട്ട് ദൈവം വിളിച്ചതല്ല, എന്നെ കണ്ട് തിരഞ്ഞെടുത്തതാ. ദൈവമക്കളെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അനേകർക്ക് കിട്ടാത്ത ഭാഗ്യം എനിക്ക് തന്നതിനായി കരങ്ങളിലെത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഓ ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതം ചെയ്യാനാണ് ദൈവം എന്നെ ആക്കി തീർത്തിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്ന എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പൊറോട്ട ഇറച്ചിയൊന്നുമല്ല, എൻ്റെ ഭക്ഷണം എൻ്റെ അപ്പൻ്റെ ഹിതം ചെയ്യുന്നതാണ്. അങ്ങനെ എത്ര പേർ കഥാവ് ഇന്ന് പകലൊന്ന് കഥാവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചിട്ട് പറയും, കഥാവി അങ്ങയുടെ ഹിതം എന്താണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തണം. എനിക്ക് മറ്റൊന്നും ചെയ്യണ്ട, എനിക്ക് വേറെ ആരെങ്കിലും ചെയ്യണ്ട, വേറെ ആരെങ്കിലും ആയത് എനിക്കാകണ്ട. ഐ വാണ്ട് ടു ബിക്കം വാട്ട് യു വാണ്ട് ടു ബി. അങ്ങനെ എങ്ങനെ ആക്കി തീർത്തോ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ എന്ത് കാണുന്നോ അതെൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണോ എന്ന് അത്ര വന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് പർപ്പസിന് വേണ്ടിയാണ് വന്നതിനെ പറ്റി, ഹല്ലേലൂയ. 50 വയസ്സെങ്കിൽ 50 വയസ്സ്, 60 വയസ്സെങ്കിൽ 60 വയസ്സ്, 90 വയസ്സെങ്കിൽ 90 വയസ്സ്, 120 വയസ്സെങ്കിൽ 120, എത്ര വർഷം ജീവിച്ചാലും കർത്താവ് കണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ നിന്ന് ചെയ്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് ചേർക്കപ്പെടണമെന്ന് ഒറ്റ ആഗ്രഹം ജീവിതത്തിൽ വന്നാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. വാട്ട് ക്യാൻ ഐ ഡു? നാലാമത്തെ P ആണ്. വാട്ട് ക്യാൻ ഐ ഡു?
എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഭൂമിയിൽ? ദൈവം എൻ്റെ അകത്തളങ്ങളിൽ തന്നിരിക്കുന്ന ദൈവികമായ താലന്തുകളും ആമേൻ, നമ്മളെ ഇരിക്കുന്ന എല്ലാവരെയും വ്യത്യസ്തരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ചിലർക്കുള്ള താലന്ത് എനിക്കില്ല. നമ്മളെല്ലാവരും ഒരുപോലെ അല്ല. ഈ ഭൂമിയിൽ ഒരുപോലെയുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ല, അല്ലേ? ഇരട്ടകളായി പ്രസവിച്ചവർ പോലും ഒരുപോലെ അല്ലെന്ന്. അവരുടെ കൈവിരലിൻ്റെ അല്ലെങ്കിൽ കൈയക്ഷരത്തിൽ ഇതിന് മാറ്റമുണ്ട്, ഫിംഗർ പ്രിൻറ്റിന്. സ്വതന്ത്രം. അപ്പം ദൈവം നമ്മളെ യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ദൈവിക താലന്തുകൾ ആമേൻ ഈ ദിവസങ്ങൾ പുറത്തു വരണമെങ്കിൽ മനസ്സ് പുതുക്കണം, രൂപാന്തരപ്പെടണം. അതൊരു മറ മാറുന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. വേർ ആർ യു ഗോയിങ്? എങ്ങോട്ടാ യാത്ര? ഹല്ലേലൂയ, സ്തോത്രം. എന്നെ ഭൂമിയിലേക്ക് ജനിച്ചു, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഈ ഭാവി എന്താ? എൻ്റെ ഭാവി എന്താ? ഹല്ലേലൂയ. പലരും ചോദിക്കുന്ന ജാതി എന്താ ചെയ്യുമ്പോൾ നാളെ എന്തായി തീരും? വേർ ആർ യു ഗോയിങ്? ഹല്ലേലൂയ. നിത്യതയെപ്പറ്റി ഒരു ബോധ്യം നമുക്ക് വേണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോൾ നമ്മൾ നിത്യതയെപ്പറ്റി പലപ്പോഴും സംസാരിക്കുന്നത്. ആ ബോധ്യം അകത്ത് പ്രാപിച്ചാൽ പിന്നെ പല നിരാശകളും യേശുവിൻ്റെ നാമത്തിൽ മാറും. ഹല്ലേലൂയ. രക്ഷയുടെ പടത്തൊപ്പി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അതേ ഈ ദിവസങ്ങളിലും ദൈവം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു തലങ്ങളിൽ നമ്മൾ പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്, വിശ്വാസഗോളത്തിൽ വന്നിട്ടും പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണിത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ, അന്വേഷകമായ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ രൂപാന്തരം തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ താല്പര്യം കർത്താവേ എൻ്റെ അകത്തളങ്ങളിലേക്ക് ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുവാൻ തക്കമടയാകണം. അപ്പോൾ ഈ രൂപാന്തരം പ്രാപിക്കാൻ പോകുന്ന മനുഷ്യനെ പറ്റിയോട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സമയത്തിൻ്റെ പരിമിതികളുണ്ട്, അതുകൊണ്ട് അത് ഇനി തെളിപ്പിക്കാൻ സാധിക്കത്തില്ല. തുടർന്ന് കഥാ വരച്ച വീണ്ടും സ്വന്തം നമുക്ക് ഇതിനൊപ്പം ഞാൻ വിശ്വസിക്കുന്നു, അത് അനുഗ്രഹമാണ് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടർമാനമായിട്ട് ഇതിലൂടെ കർത്താവ് സംസാരിക്കാനിടയാകും. ഹല്ലേലൂയ. നമ്മളെന്ന വ്യക്തിത്വത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. ഈ രൂപാന്തരം നടക്കുന്ന കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം സമർപ്പിച്ചു കൊടുക്കുന്നുവോ അതിനനുസരിച്ചാണ് അതിൻ്റെ സ്പീഡ് കൂടുന്നത്. നമ്മൾ വിചാരിക്കും അടുത്ത 10 വർഷം കൂടെ ഇല്ല. ഇന്ന് കർത്താവിനെ കളഞ്ഞ് എത്ര അധികം നമുക്ക് സമർപ്പിക്കാൻ കഴിയുമോ? ഗോഡ് ഈസ് റെഡി ടു ചേഞ്ച് us. God is going to change our lives. വളരെ വേഗത്തിൽ ചില പ്രവർത്തികൾ ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ ജീവിതത്തിൻ്റെ മേൽ വളരെ വേഗത്തിൽ ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ മുടങ്ങിക്കിടന്ന ചില ദൈവിക പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ അതിൻ്റെ പൂർത്തീകരണങ്ങൾ ജീവിതങ്ങളുടെ മേൽ ദൈവം കൊണ്ടുവരുവാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം ഞാൻ പറയുന്നതിന് കാരണം കേൾക്കുന്ന ചില ജീവിതത്തിൻ്റെ മേൽ അവൻ മുടങ്ങിക്കിടക്കുന്ന ചില മണ്ഡലങ്ങളിൽ ചില ദൈവപ്രവർത്തികൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന സ്ഥലങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇതാ വെളിപ്പെടാൻ സമയമായിരിക്കുന്നു. ആ സമയം തെറ്റാതെ ദൈവം വൈകാതെ അതിന് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. കാത്തിരിപ്പാനും അതിനുവേണ്ടി ഈ ദിവസം ഏൽപ്പിച്ചു കൊടുക്കുവാനും തയ്യാറാണോ? സമർപ്പിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ചിലരെ ശക്തമായി ദൈവ കരങ്ങൾക്കുള്ളിൽ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിന്റെ നിവസിയായിരിക്കും. കാര്യങ്ങളെല്ലാം അസാധ്യമാ, കാര്യങ്ങളൊക്കെ ലെവലിൽ ആമേൻ ആപ്പാടെ ബേർ ആമേൻ പൂട്ട ഇതായിട്ട് കിടക്കുന്ന എങ്കിലും ബേർ മെറ്റലായിട്ട് കിടക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് ചിലതിനെ പുനരുദ്ധരിച്ച് പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവപ്രവൃത്തി ദൈവ യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുന്നു വിശ്വസിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് കരങ്ങളടിച്ച് കഥാനെ സ്വന്തം ചെയ്യും. ശംധര ബല ബല ശബ്ദാരൂഢ മാന ബൗഡേ ആദ ബൗഡ മാന ദീപ രാജ വൈഢ മനബ ശബ്ദാരൂഢ മാന. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് കഥാ സ്വന്തം ചെയ്യ. ഹല്ലേലൂയ. കർത്താവിൻ്റെ രൂപാന്തരപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് തൊട്ടിട്ട് വചനത്തിൽ നിന്ന് വിരമിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ആർക്കും എന്നോട് ദേഷ്യമില്ലല്ലോ അല്ലേ?
ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ആമേൻ. അപ്പോൾ ഈ രൂപാന്തരപ്പെടുന്ന വ്യക്തിയുടെ കാര്യത്തിൽ അവർക്ക് താല്പര്യമുണ്ടാകുന്നത് ദൈവിക സത്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ രൂപാന്തരം തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിപ്പോഴും അല്ലെങ്കിൽ യു ആർ സ്റ്റിൽ എ കാർണൽ പേഴ്സൺ, നമ്മുടെ ഉള്ളിൽ പഴയ ജഡികൻ ജീവിക്കുന്നുണ്ട്. ആമേൻ. അതിനെ ദൈവം രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പഴയ ജഡമനുഷ്യനെ മാറ്റി, പഴയ ജോണി എന്ന ജഡികനെ മാറ്റി, പഴയ ജോണി എന്ന പാപിയെ മാറ്റി ഒരു വിശുദ്ധനാക്കി മാറ്റുവാൻ, ക്രിസ്തുവിന്റെ ഛായയിലേക്ക് മാറ്റപ്പെടുവാൻ, അവൻ ജയകരമായ ഒരു ക്രിസ്തു ജീവിതം നയിക്കുവാൻ അവൻ ദൈവം എന്നെ വിളിച്ചതെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പറയണം, ഞാൻ ജയമെടുക്കും, ഞാൻ ജയമെടുക്കും. എത്ര പറയും? യേശു ഞാൻ ജയമെടുക്കും. തളർത്താൻ ശ്രമിക്കുന്ന പൈശാചികമല്ല ഇന്ന് പകൽ യേശുവിനെ കീഴടങ്ങാൻ പോവാ. ഹല്ലേലൂയ. ചിലതൊക്കെ ജീവിതത്തിന് ഈ ദിവസം ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. മുന്നോട്ടുള്ള ചില വഴികളെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. കമോൺ കമോൺ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ജയം ദൈവമക്കളുടെ അവകാശമാണ്. ജയം ദൈവമക്കളുടെ ആമേൻ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ആമേൻ. ജഡത്തിന്റെ മേൽ ജയമെടുക്കണമെന്ന് മനസ്സ് രൂപാന്തരപ്പെടുവാൻ താല്പര്യം, അല്ലെങ്കിൽ മനസ്സിന്റെ രൂപാന്തരത്തിൽ കടന്നു വരുന്ന വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. ആമേൻ. എൻ്റെ ജഡം, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, എൻ്റെ ജഡത്തിൽ എൻ്റെ ജഡ സ്വഭാവങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. സ്വതന്ത്രം പ്രസംഗിക്കുമെങ്കിലും എന്താണെങ്കിലും, എത്ര പ്രസംഗനാണെങ്കിലും, എത്ര അഭിഷക്തനാണെന്ന് പറഞ്ഞാലും ജഡത്തിൽ വ്യാപരിക്കുന്ന മണ്ഡലങ്ങൾ പൗലോസ് പറയുകയാണ്, ആലോചി ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് എന്തോ എന്നെ പിടിച്ചു മാറ്റുകയാണ്. ഇതൊക്കെ ചെയ്യണമെന്നാകെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ പാപത്തോടുള്ള അവൻ പോരാടുന്ന പാപത്തിൻ്റെ ഒരു പ്രമാണം എൻ്റെ ജഡത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി അതെന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആ ഒരു മണ്ഡലത്തിൽ എനിക്കൊരു മാറ്റം വരണമെന്ന് ആഗ്രഹം ഉണ്ടാകാൻ തുടങ്ങിയാൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ രൂപാന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞ നാളുകളേറെ വിശ്വാസത്തിൻ്റെ ഒരു വർധനവ് വന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിലെ വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം കേട്ടോ. സ്വതന്ത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വാസം കുറയരുത്, എൻ്റെ ജീവിതത്തിലെ വിശ്വാസം കഴിഞ്ഞ നാളുകളേറെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു എൻ്റെ മനസ്സ് രൂപാന്തരപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പാപത്തോടെ എനിക്ക് ആമേൻ വെറുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു എൻ്റെ ഉള്ളിൽ രൂപാന്തരം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാപത്തെ ഞാൻ മറയ്ക്കുന്നവനല്ല, പാപത്തെ വെറുക്കുന്നവനാണെങ്കിൽ, പാപത്തോട് മരണത്തോളം ഞാൻ പോരാടുന്നവനായി തീരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്നിലൊരു രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ പാപം പോലും എന്നെ അല്പമെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു കള്ളം പറഞ്ഞാൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നണം. എന്നോട് ദേഷ്യമില്ലോ അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇത് എൻ്റെ കാര്യം, എൻ്റെ കാര്യം, നിങ്ങൾ നമ്മുടെ കാര്യം, ഇത് എൻ്റെ കാര്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചിന്തകളിൽ, എൻ്റെ സംസാരങ്ങളിൽ എനിക്കൊരു മാറ്റം വരണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രൂപാന്തരം തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട ജീവിതമാണെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് ചിലതൊക്കെ ചെയ്യണമെന്ന് നഷ്ടപ്പെടുന്ന ആത്മാക്കൾ ഈ ദിവസങ്ങളിൽ നിത്യൊരു അവകാശിയായി തീരണമെന്നും എൻ്റെ ഉള്ളിലൊരു ദർശനമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ രൂപാന്തരം കിട്ടി. ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ പ്രാപിച്ച് കിട്ടിയതൊക്കെ കിട്ടി, സാമ്പത്തികമായ അല്ലെങ്കിൽ ഭൗതികമായ നന്മകൾ മാത്രം പ്രാപിച്ചാൽ മതി എന്നുള്ള ചിന്തയാണെങ്കിൽ, അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടിട്ടില്ല അനേകരുണ്ട്. സ്തോത്രം. പക്ഷേ ഈ ദിവസങ്ങളിലും നിത്യതയെ പറ്റിയും ദൈവരാജ്യത്തെ പറ്റിയും നഷ്ടപ്പെടുന്ന ആത്മാക്കളെ പറ്റിയും ദൈവം എന്നെ ഏൽപ്പിച്ചും ദൈവിക ദൗത്യങ്ങളെ പറ്റിയും വ്യക്തമായൊരു ബോധ്യം പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നൽകിയിട്ടില്ലെങ്കിൽ, ഇന്ന് പറയണം, കർത്താവേ, എനിക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക ദർശനം ഇന്ന് പകൽ എൻ്റെ മേൽ പകരണമേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരല്ലെങ്കിൽ രൂപാന്തരത്തിന് എവിടെയോ തടസ്സമുണ്ട്. ദൈവ സാന്നിധ്യം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാനിതിനകത്ത് പോകുമ്പോൾ ദൈവ സാന്നിധ്യം എൻ്റെ അകത്ത് വേണം,
എൻ്റെ പുറത്ത് വേണം. ആര് സാന്നിധ്യമല്ലെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് കൂടുതൽ കൂടുതൽ ഈ ദിവസം എൻ്റെ ഭവനത്തിനകത്ത് അനുഭവിക്കണം, എൻ്റെ ജോലി മണ്ഡലങ്ങൾ അനുഭവിക്കണം. അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ ദൈവ സാന്നിധ്യം വേണം. ഈ ചർച്ചിനകത്ത്, നമ്മുടെ ഈ ഹോളിനകത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം എനിക്ക് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചു കഴിഞ്ഞു, നമ്മുടെ ഉള്ളിൽ ചില രൂപാന്തരങ്ങൾ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്നവരെ ദൈവം മാറ്റിയിരിക്കുക. അല്ലെങ്കിൽ മോശയുടെ മുഖത്തെ ദൈവം മാറ്റിയതുപോലെ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ അവൻ വസിക്കുന്ന വസ്ത്രത്തെ പോലും വെണ്മയാക്കി മാറ്റിയെങ്കിൽ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്നവന്റെ ജീവിതത്തിൽ രൂപാന്തരം വന്നിരിക്കും. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒരു കൊതി നമുക്ക് ഈ ദിവസങ്ങൾ ദൈവം നൽകട്ടെ. ഹല്ലേലൂയ. ഈ ലോകം നമ്മളെ പിടിച്ചു മാറ്റുന്നില്ലെങ്കിൽ ലോകത്തുള്ള സ്നേഹം ദൈവത്തുള്ള ശ്രദ്ധതയാണ് എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. എന്നാൽ ഈ ലോകത്തിനകത്ത് വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കും. അത് പതുക്കെ പതുക്കെ എൻ്റെ അകത്ത് കയറിക്കൊണ്ടിരിക്കും. ഈ കാലഘട്ടങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം ലോകം സഭയ്ക്കകത്ത് കയറി എന്നുള്ളതാണ്. അതിനകത്ത് കയറിയാൽ ദൈവജനത്തെ സെഡ്യൂസ് ചെയ്യും, ദൈവജനത്തെ ഡിസീവ് ചെയ്യും. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകും. മനസ്സിനകത്തുള്ള രൂപാന്തരം നടക്കത്തില്ല. ജഡത്തിൽ സന്തോഷിച്ചിട്ട് ദൈവജനം ആരാധിച്ചിട്ട് പോകും, മനസ്സിൽ രൂപാന്തരം നടക്കത്തില്ല. ഞാൻ പറയുന്നത് അത്ര മനസ്സിലാകുന്നുണ്ട്. സ്വതന്ത്രം. ഹല്ലേലൂയ. ഒരു ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ തകർന്നായിരിക്കും വരുന്നത്. അതിനകത്തുനിന്ന് ചില വാക്യമൊക്കെ കേട്ട് പിടിച്ച് ഹല്ലേലൂയ ദൈവത്തെ തുള്ളിച്ചാടിയിട്ട് പോകും. പക്ഷേ വീണ്ടും വരുമ്പോൾ വീണ്ടും ഇതേ വാക്യം കേൾക്കുവാനായിട്ട് ഞായറാഴ്ച കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെയല്ല ഈ ദിവസങ്ങളിൽ ഞാൻ പോരാൻ പോകുന്നത്. എത്ര പേർക്ക് ഈ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിന് മേൽ ദൈവിക രൂപാന്തരം വന്നുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് മനസ്സിന് രൂപാന്തരങ്ങൾ വന്നുകൊണ്ട്, മനസ്സിൻ്റെ രൂപാന്തരമാണ് ഒരുവൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ മെയിൻ കാര്യം. മനസ്സ് രൂപാന്തരപ്പെടാതെ നമുക്ക് ഒരിക്കലും വ്യക്തിപരമായി ഒരു ട്രാൻസ്ഫോർമേഷൻ വരത്തില്ല. ശരീരത്തിനകത്ത് രോഗത്തിൻ്റെ മേൽ ട്രാൻസ്ഫോർമേഷൻ വരും. എൻ്റെ ജഡത്തിൻ്റെ മേൽ ട്രാൻസ്ഫോർമേഷൻ വരും. എൻ്റെ മനസ്സിൻ്റെ മേൽ ട്രാൻസ്ഫോർമേഷൻ വരും. എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ വരും. എൻ്റെ സാഹചര്യങ്ങൾ ട്രാൻസ്ഫോം ചെയ്യും. എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള തടഞ്ഞു നിൽക്കുന്ന ഈ ദിവസങ്ങൾ വരണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ ഈ ദിവസങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് കഥാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകിച്ച് കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. ഒരു നിമിഷം കഥാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എത്ര ഹൃദയത്തെ ഒന്ന് താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. കഥാവി, എൻ്റെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ വരേണ്ട രൂപാന്തരത്തെ കഥാവി എനിക്ക് വ്യക്തമായി ഈ ദിവസങ്ങളൊന്ന് വെളിപ്പെടുത്തണമേ. സ്തോത്രം. ഒരു യോസേഫ് ഫലപ്രദമായ മുന്തിരി ആയതുപോലെ ഈ ദിവസങ്ങളിലും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുവാൻ എൻ്റെ ഈ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള ഒരു പാത്രമാക്കി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസം എൻ്റെ പ്രാർത്ഥനയാചകൾ സ്വർഗത്തോളം കടന്നിലും അധകോണം തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും മണ്ഡലമുണ്ടെങ്കിൽ, കഥാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവഹിതം എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്ത മണ്ഡലങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് കാണിച്ചിടുവായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. Change my heart, oh God. May I be like you. Change my heart, oh God. Make it ever true. Change my heart.
കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. ഒരിക്കൽ കർത്താവിനെ സന്നിധിയിൽ യോഹന്നാൻ സുവിശേഷം പറയുന്നു, നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരും. കർത്താവിനെ ആ രൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും മാറുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് ആ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ കണ്ണിമയ്ക്കുന്ന മാത്രയിൽ നമ്മുടെ ശരീരത്തിനൊരു മാറ്റം വരും. ആ കർത്താവിനെ നമ്മളെ കണ്ണാൽ കാണും. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം ഒരു തേജസ്സുള്ള ശരീരമാക്കി ദൈവം മാറ്റും. അതുവരേക്കും നമ്മൾ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ കണ്ണമയ്ക്കുന്ന മാത്രയിൽ നമുക്കൊരു ഈ ദിവസങ്ങളിൽ നമുക്കൊരു ഒരു മാറ്റം വരും. തേജസ്സുള്ള ശരീരമായി വിന്മയമായ ശരീരമാക്കി ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ നമുക്ക് ഒരുമിച്ച് കഥാവിനെ ഒരു പടി ആരാധിക്കുമ്പോൾ ആ കഥാവിന്റെ വരവിന് വേണ്ടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. മാത്രമേ നിന്നെ കാണുവാൻ തേജസ്സിൽ, എന്നാശയൊന്നു മാത്രമേ നിന്നെ കാണുവാൻ തേജസ്സിൽ. കണ്ടിടം കണ്ടിടം പ്രിയനെ ഞാൻ കണ്ടിടം, അന്യനല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടം. കണ്ടിടം കണ്ടിടം പ്രിയനെ ഞാൻ കണ്ടിടം, അന്യനല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടം. യേശുവേ മണാളനേ, പ്രത്യാശയിൽ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൽ പ്രദീപമേ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണിമേക്കുന്നോടി നേരത്തിൽ എത്തും ഞാൻ ബയോള തീരത്തിൽ. കണ്ണിമേക്കുന്നോടി നേരത്തിൽ എത്തും ഞാൻ ബയോള തീരത്തിൽ. ഓ കണ്ടിടം കണ്ടിടം പ്രിയനെ ഞാൻ കണ്ടിടം, അന്യനല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടം. ഓ കണ്ടിടം കണ്ടിടം പ്രിയനെ ഞാൻ കണ്ടിടം, അന്യനല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടം. യേശുവേ മണാളനേ, പ്രത്യാശയിൽ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൽ പ്രദീപമേ. മേഘം പൊങ്ങിക്കാണുന്നേ, നിത്യകൂടാരത്തിൽ ചേരാറാ. മേഘം പൊങ്ങിക്കാണുന്നേ, നിത്യകൂടാരത്തിൽ ചേരാറാ. നാശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. നാശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. കണ്ടിടം കണ്ടിടം പ്രിയനെ ഞാൻ കണ്ടിടം, അന്യനല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടം. കണ്ടിടം കണ്ടിടം പ്രിയനെ ഞാൻ കണ്ടിടം, അന്യനല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടം.
ദൂതർ വീണമീട്ടും സംഘത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ, ദൂതർ വീണമീട്ടും സംഘത്തിൽ, ആ പുൽക്കിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ. ഓ കണ്ടിടാം കണ്ടിടാം പ്രിയരെ ഞാൻ കണ്ടിടാം, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടാം. ഓ കണ്ടിടാം കണ്ടിടാം ഓ പ്രിയരെ ഞാൻ കണ്ടിടാം, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടാം. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, യുദ്ധമല്ലാതു നിശ്ചയം വേഗം കാണും മണാളനേ, യുദ്ധമല്ലാതു നിശ്ചയം വേഗം കാണും മണാളനേ. ഓ കണ്ടിടം കണ്ടിടം പ്രിയരെ ഞാൻ കണ്ടിടം, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടം. കണ്ടിടം കണ്ടിടം പ്രിയരെ ഞാൻ കണ്ടിടം, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടം. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രതീകമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രതീകമേ, എന്നാശന്നു മാത്രമേ നിന്നെ കാണുവാൻ തേജസ്സിൽ, എന്നാശന്നു മാത്രമേ നിന്നെ കാണുവാൻ തേജസ്സിൽ. കണ്ടിടം കണ്ടിടം പ്രിയനെ ഞാൻ കണ്ടിടം, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടം. കണ്ടിടം കണ്ടിടം പ്രിയനെ ഞാൻ കണ്ടിടം, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടം. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, He's coming. He's coming in great glory. ആശയൊന്നു മാത്രമേ നിന്നെ കാണുവാൻ തേജസ്സിൽ, ആശയൊന്നു മാത്രമേ നിന്നെ കാണുവാൻ തേജസ്സിൽ, ആശയൊന്നു മാത്രമേ നിന്നെ കാണുവാൻ തേജസ്സിൽ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അരുമമണവാളൻ വരുവാൻ സമയമായി. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇയ്യോബിൻ്റെ ജീവിതത്തെ അവസാനം വരെ ഇയ്യോബിനെ നിലനിർത്തിയത്, എല്ലാ കഷ്ടത്തിൻ്റെ മധ്യയും ഇയ്യോബിനെ നിലനിർത്തിയത് ഒറ്റ വാക്കായിരുന്നു. സ്തോത്രം. അതാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ഞാൻ ദേഹസഹിതനായി മണ്ണോട് ചേർന്നാലും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. വിശ്വസിക്കുന്ന സർവ്വ മക്കളുണ്ട്. വീണ്ടെടുക്കുവാൻ വരുന്നവൻ വരും. The Redeemer will come. അവൻ വരും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഭൗതിക മണ്ഡലത്തിൽ നഷ്ടങ്ങൾ ഇരട്ടിയായി ഇയ്യോബിന് ദൈവം മടക്കി കൊടുത്തു. ഇയ്യോബിന് ഉറപ്പുണ്ടായിരുന്നു, നിത്യതയിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ അന്യനല്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. ദേഹസഹിതനായി ഞാൻ മണ്ണോട് ചേർന്നാലും ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ മണ്ണിൽ നിന്ന് ഉയർപ്പിച്ച ആ പദ്ധതിയെ പൂർത്തീകരിച്ചിട്ട് ദൈവം ഈ ഭൂമുഖത്ത് ഞാൻ ബോധമുള്ളത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതാണ് അബ്രഹാം വിശ്വസിച്ചത്. അബ്രഹാം പറഞ്ഞത്, ഞാനും എൻ്റെ പൈതലും ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. കാരണം ഇസ്ഹാക്കിൻ്റെ മേൽ വാഗ്ദത്തമുണ്ട്, അവൻ മരിച്ചാലും ദൈവം അവനെ ഉയർപ്പിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. വിശ്വാസത്തെ ദൈവ നീതിയായി കണക്കിട്ടുണ്ട് എന്നെങ്കിൽ ഇന്ന് വിശ്വാസം നമുക്ക് മടങ്ങിപ്പോകാം. വീണ്ടെടുപ്പുകാരൻ വരും. എൻ്റെ ജീവിതത്തിന് മേൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കർത്താവിനെ കാണുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇവിടെ എല്ലാവരും കൂടെ കർത്താവിന്റെ വരവിലേക്കും ഏൽപ്പിച്ച് വളർത്തവും ലോകം എമ്പാടുമുള്ള സകല വിശുദ്ധന്മാരും കൂടെ ഇരിക്കുമാറാകട്ടെ.
അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വർണ്ണമേ അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ദൈവിക സമാധാനം എല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. സ്തോത്രം. ആമേൻ.